അത്യധികമായി നിങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവമേ, സ്വർഗ്ഗസ്ഥപിതാവേ, വിശുദ്ധാത്മസംരക്ഷണാലയത്തിലേക്ക് കടന്നുവരുവാനും ആത്മാവിന്റെ സത്യത്തിൽ ആരാധിപ്പാനും ഒരുക്കുന്നവർക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് വിശുദ്ധാരാധന സംബന്ധിക്കുന്ന എല്ലാ പ്രിയ മക്കളെ അനുഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഭവനങ്ങളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെയോട് പ്രാർത്ഥിക്കുന്നു. ഞാൻ ആരാധനയോടെ ആ ദിവസം കൃത്യമായ സാന്നിധ്യം കൊണ്ടിരിക്കണമെന്ന് മശിഹായുടെ നാമത്തിൽ യാചിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവനാമമായി ഞാൻ കീർത്തനങ്ങളിൽ 75-ാം കീർത്തനം പിന്നെ 75. നിൽക്കവേ തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, നിനക്ക് സകല ഹൃദയങ്ങളും തുറന്നിരിക്കുന്നവയും സകലാഗ്രഹങ്ങളും അറിയപ്പെട്ടവയും നിന്നൊന്നും രഹസ്യങ്ങളൊന്നും മറില്ലാത്തതുമാകുന്നുവല്ലോ. ഞങ്ങൾ നിന്നെ പൂർണ്ണമായി സ്നേഹിപ്പാനും നിന്റെ വിശുദ്ധാത്മകമായി മഹത്വപ്പെടുത്തുവാനും നിന്റെ വിശുദ്ധാത്മാവിന്റെ നിശ്വാസാൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ നിലവുകളെ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം വെടിപ്പാക്കണമേ. ഗ്ലോറിയ നമുക്ക് ചേർന്ന് ഉപയോഗിക്കാം. Amen.
നമ്മുടെ കർത്താവ് പറഞ്ഞ പ്രകാരം ന്യായപ്രമാണത്തിൻ്റെയും പ്രവാചകന്മാരുടെയും ചുരുക്കം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അരുളി ചെയ്തത്: ഇസ്രായേലേ കേൾക്ക, നമ്മുടെ ദൈവമായ കർത്താവ് കർത്താവാകുന്നു. നിന്റെ ദൈവമായ കർത്താവ് നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയും കൂടെ സ്നേഹിക്കേണ്ടതാകുന്നു. ഇതാകുന്നു ഒന്നാമത്തെ കൽപ്പന. രണ്ടാമത്തെ അതിനോട് സമം, അതായത് നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഇവയെ വലുതായ വേറൊരു കൽപ്പനയുമില്ല. ഈ രണ്ട് കൽപ്പനകളിൽ സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു. കർത്താവിൽ പ്രിയരെ, ദൈവത്തിൻ്റെ ഏറ്റവും പരിശുദ്ധ വചനം കേൾപ്പാനും കർത്താവിൻ്റെ ശരീരങ്ങളെ കൈക്കൊള്ളുവാനും നാം ഒരുമിച്ച് വന്നിരിക്കുന്നു. അതിനാൽ നമുക്ക് മുട്ടുകുത്തി മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്ത് വിശ്വാസത്തോടും അനുതാപത്തോടും അവങ്കിലേക്ക് സമീപിക്കുന്നതിന് ദൈവകൃപ അന്വേഷിക്കാം. നിങ്ങളുടെ പാവങ്ങളെക്കുറിച്ചും നേരായി താല്പര്യമായി മനസ്സാന്തരപ്പെട്ട് നിങ്ങളുടെ കൂട്ടുകാരുടെ പ്രിയോ സ്നേഹവുമായിരുന്നു ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ടും മേലാൽ അവൻ്റെ വിശുദ്ധ വഴികളിൽ നടന്നുകൊണ്ടും പുതിയ ജീവൻ നയിപ്പാൻ നിശ്ചയിച്ചിരിക്കുന്ന നിങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം അവനോട് പുതിയതായി നിരപ്പാക്കപ്പെടേണ്ടതിന് സർവശക്തനായ ദൈവത്തോട് താഴ്മയായി നിങ്ങളുടെ പാവങ്ങളെ ഏറ്റുപറവേൻ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളുടെ ഗർഭമായി വായിച്ചിരിക്കുന്നു സത്യമായ ക്രിസ്തുവിൽ കൂടെ തങ്കിലേക്ക് തിരിയുന്ന എല്ലാവരോടുമുള്ള ദൈവത്തിൻ്റെ കൃപാമ്പഴി കേൾപ്പേൻ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവേൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. തൻ്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചുപോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം യേശുവിനെ നൽകുവാൻ തക്കോണം ലോകത്തെ സ്നേഹിച്ചു. ക്രിസ്തുയേശു പാലവേശിപ്പാൻ ലോകത്തിനുള്ള വിശ്വാസവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ. ഒരുത്തൻ പാവം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കലുണ്ട്. അവൻ നമ്മുടെ പാവങ്ങൾക്ക് പ്രായശ്ചിത്തം ആകുന്നു. മനഃപൂർവമായ മാനസാന്തരത്തോടും സത്യാവിശ്വാസത്തോടും തങ്ങളിലേക്ക് ഞങ്ങളുടെ സഹോദരൻ ക്ഷമിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും പാപമോചനം നൽകുമെന്ന് തന്റെ മഹാനയാൽ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന സ്വർഗസ്ഥ പിതാവായ സർവശക്തിയുള്ള ദൈവം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നിങ്ങളോട് കരുണയുണ്ടായി നിങ്ങളുടെ സകല പാപങ്ങളെ ക്ഷമിച്ച് അവർ നിങ്ങളെ വിടുവിച്ച് സകല നന്മയിൽ ഓർപ്പിച്ചു ബലപ്പെടുത്തി നിങ്ങളെ നിത്യജീവനിലേക്ക് പ്രവേശിപ്പിക്കട്ടെ. കർത്താവ് നിങ്ങളോടുകൂടി ഇരിക്കട്ടെ. ഇന്നത്തേക്കുള്ള പ്രത്യേകമായ അപേക്ഷ. കർത്താവ് സമീപമാകിയാൽ ആനന്ദിക്കുക. കൺമണി പോലെ ഞങ്ങളെ കാത്തു സൂക്ഷിക്കുന്ന സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ നിന്റെ പുത്രനെ സ്വീകരിക്കുവാൻ ഞങ്ങൾ ആംശയോടെ അനിന്ദരായി കാണപ്പെടുവാൻ ഞങ്ങളുടെ ദേഹം ആത്മാക്കളെ വിശദീകരിക്കണമേ.
അന്ത്യകാലത്ത് നിന്റെ പുത്രൻ നീതിയിലും വിശുദ്ധിയിലും വിധികർത്താവായി വരുമ്പോൾ അവനെ പൂർണ്ണവൃത്തിയായി എതിരേൽക്കുവാൻ തുണയ്ക്കണമെന്ന് നിന്നോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ഏകദേവമായി കലവസാനം കൂടാതെ ജീവിച്ചു വാഴുന്ന യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഇന്നത്തേക്കുള്ള പാഠഭാഗങ്ങൾ വായിക്കുന്നു. പഴയ നിയമ വേദഭാഗം, ഫസ്റ്റ് ലെസൺ. Today's first lesson is taken from Zechariah chapter 2 verses 6 to 13. Today's first lesson is taken from Zechariah chapter 2 6 to 13. Come and feed from the land of the north and declare, the Lord I have scattered you, and the four winds of the heaven, and declare the Lord. Come Zion and escape you, and move, live in a daughter of Babylonian. For this is the word the Lord Almighty says. After the glorious one has sent me against the nations that have plundered you, for whoever touches and you touch the apple of his eye, I surely raise up my hand against them, and so that their slaves will plunder them. Then you will know that the Lord Almighty had sent me. Shout, shout, shout and be glad, and daughter of Zion. For I am coming, and I will live among you and declare the Lord. Many nations will be joined with the Lord in that day, and will become my people. I will live among you, and you will know that the Lord Almighty has sent me to you. The Lord will inherit Judah as his portion, and the Holy Land will be against choose by Jerusalem, and be still before the Lord of all mankind, because he has rose himself from the holy Jubilee. Here is the first lesson. ദൈവമേ, നിനക്ക് സ്തോത്രമുണ്ടാകട്ടെ. ഇന്നത്തേക്കുള്ള സങ്കീർത്തനം 50-ാം സങ്കീർത്തനം, Psalms 50. ദൈവം യഹോവയായ ദൈവം അരുളിച്ചെയ്തു, സൂര്യന്റെ ഉദയം മുതൽ അസ്തമനം വരെ ഭൂമിയെ വിളിക്കുന്നു. സൗന്ദര്യത്തിലെ പൂർണ്ണതയായ സീയോനിൽ ദൈവം പ്രകാശിക്കുന്നു. നമ്മുടെ ദൈവം വരുന്നു, മൗനമായിരിക്കുകയില്ല. അവന്റെ മുന്നിൽ തീ ദഹിപ്പിക്കുന്നു, അവന്റെ ചുറ്റും വലിയൊരു കൊടുങ്കാറ്റ് ചലിക്കുന്നു. ജനത്തെ ന്യായം വിധിക്കേണ്ടതിന് അങ്ങനെ ആകാശത്തെയും ഭൂമിയെയും വിളിക്കുന്നു. യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്യുന്നവരായ എന്റെ വിശുദ്ധന്മാരെ എന്റെ അടുക്കൽ കൂട്ടുകയും ന്യായവതിയായിരിക്കുക ആകാശം ഘോഷിക്കും. എന്റെ ജനമേ കേൾക്കാതെ ഞാൻ സംസാരിക്കും. ഇസ്രായേലിനെ ഞാൻ നിന്നോട് സാക്ഷീകരിക്കും. ദൈവമായ ഞാൻ നിന്റെ ദൈവമാകുന്നു. കുറിച്ച് ഞാൻ ഭൂമിയാതപ്പോൾ ഇടപാകിയിരിക്കുന്നു. നിന്റെ വീട്ടിൽ നിന്ന് കാളയെയോ നിന്റെ ദൃഷ്ടികളിൽ നിന്ന് കോലാട്ടുപറ്റന്മാരെയോ ഞാൻ എനിക്കയില്ല. കടലസേറുമ്പവും പർവ്വതങ്ങളിലെ 1000 കിണ്ടുകളും നിങ്ങളുവ ആകുന്നു. മലകളിലെ പക്ഷികളെ ഒക്കെയും ഞാൻ അറിയുന്നു. വയലിലെ ജനങ്ങളും എനിക്കുള്ളവരല്ല. എനിക്ക് വിശന്നാൽ ഞാൻ എന്നോട് പറയുന്നത് അതിൻ്റെ നിറവും എൻ്റെ അത്ര. ഞാൻ കാളകളുടെ മാംസം തിന്നുമോ, കോലാട്ടുപറ്റന്മാരുടെ രക്തം കുടിക്കുമോ? ഇതിനെ സ്വതയെ അർപ്പിക്കുക, അത്തിന് നേർച്ചകളെ കഴിക്കുക. കഷ്ടകാലം തന്നെ വിളിച്ചപേക്ഷിച്ച ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്തു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. എല്ലാവർക്കും ഇരിക്കാം. 2-ാം പാഠം, സെക്കൻഡ് ലെസൺ. Today's second lesson is taken from 1 Thessalonians chapter 5 verses 12 to 24. 1 Thessalonians chapter 5 verses 12 to 24.
ask you, brothers, to respect those who labor among you and are over you in the Lord and admonish you, and esteem them very highly in love because of their work. Be at peace among yourselves. And we urge you, brothers, admonish the idle, encourage the faint-hearted, help the weak, be patient with them all. See that no one repays anyone evil for evil, but always seek to do good to one another and to everyone. Rejoice always, pray without ceasing. Give thanks in all circumstances, for this is the will of God in Christ Jesus for you. Do not quench the Spirit, do not despise prophecy, but let everything hold fast for the good. Abstain from every form of evil. Now may the God of peace himself sanctify you completely, and may your full spirit and soul, body be kept blameless at the coming of your Lord Jesus Christ. He who calls you to faithful, he will surely do it. That is the witness. ദൈവമേ എനിക്ക് സ്തോത്രം ഉണ്ടാകാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 16 മുതൽ 24 വരെയുള്ള ദൈവവചനങ്ങളെ കേൾപ്പീൻ. Gospel according to St. John chapter 16 verses 16 to 24. കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണുകയില്ല, പിന്നെയും കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണും. അവൻ്റെ ശിഷ്യന്മാർ ചിലർ കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണുകയില്ല, പിന്നെയും കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണുമെന്നും പിതാവിൻ്റെ അടുക്കൽ പോകുന്നുവെന്നും അവൻ നമ്മോട് പറയുന്നത് എന്തെന്ന് തമ്മിൽ ചോദിച്ചു. കുറഞ്ഞോന്ന് എന്ന് ഈ പറയുന്നത് എന്താകുന്നു? അവൻ എന്ത് സംസാരിക്കുന്നു എന്ന് നാം അറിയുന്നില്ല എന്ന് അവർ പറഞ്ഞു. അവർ തന്നോട് ചോദിപ്പാൻ ആഗ്രഹിക്കുന്നത് അറിഞ്ഞു യേശു അവരോട് പറഞ്ഞത്, കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് എന്നെ കാണുകയില്ല, പിന്നെയും കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് എന്നെ കാണുമെന്ന് ഞാൻ പറയുക നിങ്ങൾ തമ്മിൽ ചോദിക്കുന്നുവോ? ആമീൻ ആമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കരഞ്ഞ് വിലപിക്കും, ലോകമോ സന്തോഷിക്കും. നിങ്ങൾ ദുഃഖിക്കും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും. സ്ത്രീ പ്രസവിക്കുമ്പോൾ തൻ്റെ നായിക വന്നതുകൊണ്ട് അവൾക്ക് ദുഃഖമുണ്ട്. കുഞ്ഞിനെ പ്രസവിച്ച ശേഷമോ ഒരു മനുഷ്യൻ ലോകത്തിലേക്ക് പിറന്നിരിക്കുന്ന സന്തോഷ നിമിത്തം അവൾ തൻ്റെ കഷ്ടം പിന്നെ ഓർക്കുന്നില്ല. അങ്ങനെ നിങ്ങൾക്ക് ഇപ്പോൾ ദുഃഖമുണ്ടെങ്കിലും ഞാൻ പിന്നെയും നിങ്ങളെ കാണും, നിങ്ങൾ ഹൃദയം സന്തോഷിക്കും. നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയില്ല. അന്ന് നിങ്ങൾ എന്നോട് ഒന്നും ചോദിക്കുകയില്ല. ആമീൻ ആമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ എൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് തരും. ഇന്ന് വരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും അപേക്ഷിച്ചിട്ടില്ല. അപേക്ഷിപ്പിൻ, എന്നാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാവും വണ്ണം നിങ്ങൾക്ക് ലഭിക്കും. ഇത് ക്രിസ്തുവിൻ്റെ സുവിശേഷം. ക്രിസ്തുവെ അങ്ങേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. കീർത്തനം 45, ഹി നമ്പർ 45.
നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനും ലോകരക്ഷിതാവുമായിരിക്കുന്ന യേശു കർത്താവേ, ഈ വിശുദ്ധ ദിവസം വിശുദ്ധാലയത്തിലേക്ക് കടന്നു വരുവാനും ഞങ്ങൾക്ക് അങ്ങേ ആരാധിപ്പാനും സ്തുതിപ്പാനും വീണ്ടും ഒരു അവസരം കൂടി ദാനമായി നൽകിയതിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന അതിനെ ഇന്ന് കടന്നു വന്ന എല്ലാ പ്രിയ മക്കളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഭവനങ്ങളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളിൽ സമർപ്പിക്കുന്നു. അല്പസമയം കർത്താവെ തിരുവചനം ധ്യാനിക്കുമ്പോൾ സ്വർഗീയ ആലോചനകളാ തന്നെ മക്കളെന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വം അവിടുന്ന് എടുക്കണമെന്ന് യേശു തമ്പുരാന്റെ നാമത്തിൽ യാചിക്കുന്നു. കൃപയോട് കേൾക്കുമാറാകണമേ. ആമീൻ. അത് ശാന്തമായിട്ടിരിക്കാം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ കോവിഡ് മഹാമാരിയുടെ കാലഘട്ടത്തിൽ ദേവാലയത്തിലേക്ക് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതോടൊപ്പം ഭവനങ്ങളിൽ ഇരുന്ന് ആരാധന സംബന്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് ചിന്തിക്കുവാനുള്ളതായ ചിന്താവിഷയം റിജോയ്സ് ദ ലോർഡ് ഈസ് നിയർ. കർത്താവ് സമീപത്ത് ആനന്ദിക്കുക. ഡിസംബർ മാസത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം. ആഗമന കാലഘട്ടം ക്രിസ്തീയ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു സമയമാണ്. ക്രിസ്തു ജനനത്തിൻ്റെ ഓർമ്മ പുതുക്കുന്നതും അതിലുപരിയായി ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനെ ആഘോഷിക്കുന്നതുമാണ് ആഗമന കാലഘട്ടത്തിൻ്റെ കാതലായ അംശം. വരിക എന്നർത്ഥം വരുന്ന അഡ്വൻറ്റൻസ് എന്ന ലത്തീൻ പദത്തിൽ നിന്നാണ് അഡ്വൻറ്റ് എന്ന പദം രൂപപ്പെട്ടിരിക്കുന്നത്. രണ്ടാം വരവ് എന്ന അർത്ഥം വരുന്ന പറൂസിയ എന്ന ഗ്രീക്ക് പദത്തിൻ്റെ ലത്തീൻ ഭാഷയാണ് അഡ്വൻറ്റൻസ്. ഞാൻ കഴിഞ്ഞ നാളുകളിൽ ഓർപ്പിച്ചതുപോലെ 40 ദിവസ കാലയളവ് ആഗമനത്തെ ദിനങ്ങളായി ക്രിസ്തീയ സഭ ആചരിക്കുന്നുണ്ട്. അപ്പോൾ സഭയെ സംബന്ധിച്ചിടത്തോളം ആഗമനകാലം ക്രിസ്തു വരവിൻ്റെ വിവിധങ്ങളായ അർത്ഥതലങ്ങളിലേക്ക് വിശ്വാസികളെ നയിക്കുന്ന ദിവ്യമായ അനുഭവമാണ്. ബേത്ലഹേമിൽ ജാതനായ ലോകരക്ഷകന്റെ വരവും രാജാതിരാജാവായി വീണ്ടും വരുന്ന ക്രിസ്തുവിൻ്റെ രണ്ടാം വരവും ആഗമനകാല ചിന്തകളാണ്. സർവസൃഷ്ടിയുടെയും സന്തോഷത്തിന് കർത്താവിൻ്റെ ആഗമനം കാരണമാകുന്നു എന്ന് വിശുദ്ധ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. തിരുപ്പിറവി സമയത്ത് ദൂതസംഘം ഇടയവൃന്ദത്തോട് ക്രിസ്തുജനം ഘോഷിക്കുവാൻ പറയുന്നത് ഇപ്രകാരമാണ്: സർവജനത്തിനും ഉണ്ടാവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. സർവജനത്തിനുണ്ടാകാനുള്ള മഹാസന്തോഷം, ഇതിൻ്റെ അർത്ഥം ദൈവ സാമീപ്യം, സർവസൃഷ്ടിക്കും ആഹ്ലാദം പകരുന്ന ഒരു എക്സ്പീരിയൻസ് ആണ്, അനുഭവമാണ്. ദൈവ സാന്നിധ്യം ആനന്ദം നൽകുന്ന ചില ചിന്തകളിലേക്ക് പ്രവേശിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായി, ദൈവം നമ്മോട് കൂടെ വസിക്കുന്നു. സക്രിയ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 10-11 വാക്യങ്ങളിൽ നമുക്കത് കാണാൻ സാധിക്കുന്നുണ്ട്. ഗോഡ് ഹൂ ഡോൾസ് വിത്ത് അസ് എന്നുള്ള ചിന്തയാണ്. ദൈവം നമ്മോടുകൂടെ വസിക്കുകയാണ്. സക്രിയ പ്രവാചകൻ യഹൂദ ജനതയുടെ ദൈവനിഷേധ നിലപാടിനെ കർശനമായി ശാസിക്കുന്ന പ്രവാചകനാണ്. അവരുടെ ജീവിതക്രമങ്ങൾക്ക് മാറ്റം വരുത്തുവാൻ യഹോവയെ ദൈവം അതിയായി ആഗ്രഹിക്കുകയാണ്. യഹൂദ ജനത്തിൻ്റെ വീണ്ടെടുപ്പും
യെരൂശലേമിന്റെ പുനഃസ്ഥാപനവും ദൈവം ആഗ്രഹിക്കുകയാണ്. ദൈവീയ വാഗ്ദത്തം ദൈവം നമ്മോടുകൂടെ വസിക്കുമെന്നുള്ളതാണ്. ദൈവം നമ്മോടുകൂടെ വസിക്കുമ്പോൾ ദൈവമക്കളായിരിക്കുന്ന നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ നിരവധിയാണെന്ന് പ്രവാചകൻ പറയുന്നുണ്ട്. ജനത്തിന്റെ ശുദ്ധീകരണവും ദൈവവിശ്വാസത്തിൽ അധിഷ്ഠിതമായ ജീവിതക്രമമാണ് ക്രിസ്തു ജനനം കൊണ്ട് സാധ്യമാക്കേണ്ടത്. ക്രിസ്തു ജനനം, ക്രിസ്തു നമ്മെ സമീപമായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു ക്രമീകൃതമായിട്ടുള്ള മാറ്റം സംഭവിക്കേണ്ടതാണ്. അതുകൊണ്ട് പ്രവാചകൻ പറയുന്ന ഒരു ചിന്തയുണ്ട്, ജനം എല്ലാ തിന്മകളുടെയും ആകെത്തുകയായി മാറിയിരിക്കുക. എല്ലാ തിന്മകളും പ്രവർത്തിക്കുന്ന ജനമായി മാറിയിരിക്കുന്നതായ സമൂഹത്തോട് പ്രവാചകൻ പറയുകയാണ്, ദോഷം പെരുകി പരസ്പരബന്ധം നഷ്ടമാക്കി ദൈവനിഷേധികളായി മാറി അന്യായവും അധർമ്മവും എന്ന് നിറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ ഈ പശ്ചാത്തലത്തിലാണ് പ്രവാചകൻ നമ്മുടെ കാതുകളിൽ ശക്തിയായി വന്ന് പതിക്കുന്നു. സക്രിയ പുസ്തകം 1-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറയുകയാണ്, നിങ്ങളുടെ ദുർമാർഗങ്ങളെയും ദുഷ്പ്രവർത്തികളെയും വിട്ട് തിരിവീൻ. ടേൺ ടു ഗോഡ്, ദൈവത്തിലേക്ക് തിരിയുക. നിങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ട് തിരിയണം, ദുഷ്പ്രവർത്തികളെ വിട്ട് തിരിയണം. കാരണം ദോഷങ്ങളുള്ള ജനത്തിന്റെ മധ്യേ വന്ന് പാർക്കുവാനുള്ള ദൈവത്തിന്റെ താല്പര്യത്തെ അംഗീകരിക്കണമെന്നാണ് വർത്തമാനകാല സഭയുള്ള പ്രവാചകന്റെ ആഹ്വാനം. നിങ്ങൾ ദുർമാർഗങ്ങളും ദോഷങ്ങളും ചെയ്യുന്നവരാണെങ്കിൽ പോലും ദൈവം നിങ്ങളെ സ്നേഹിക്കുക. അതുകൊണ്ട് നിങ്ങൾ ഈ ദോഷം പരിഹരിക്കുന്ന ഈ കാലഘട്ടത്തിൽ, പരസ്പര ബന്ധം നഷ്ടമാക്കിയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ, ദൈവനിഷേധികളായി മാറിയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ, അന്യായം അധർമ്മം പ്രവർത്തിക്കുന്ന ഈ കാലഘട്ടത്തിൽ ദൈവം നിങ്ങളുടെ സമീപയാണ്. അവിടെ ദൈവത്തോട് അടുത്തിരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കണമെന്നുള്ള ചിന്തയാണ് സക്രിയ പ്രവാചകൻ നൽകുന്നത്. രണ്ടാമത് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇന്ന് 2-ാം പാഠമായി വായിച്ചതായ 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം അതിന്റെ 16-18 വാക്യങ്ങളിൽ വിശുദ്ധ അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, ദൈവ ഇഷ്ടം നിവർത്തിക്കുക. ഫുൾഫില്ലിംഗ് ദ വിൽ ഓഫ് ഗോഡ്. ദൈവത്തിന്റെ ഇഷ്ടം നിവർത്തിക്കുവാൻ ദൈവമക്കളായിരിക്കുന്ന ഞാൻ നിങ്ങളും തയ്യാറാകണം. വിശുദ്ധ അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്ക സഭയെ വിശ്വാസ ജീവിതത്തിൽ പുതിയ മാതൃക സ്വീകരിക്കുവാൻ ആഹ്വാനം ചെയ്യുക. വിശ്വാസ ജീവിതത്തിൽ ഒരു മോഡൽ നമ്മൾ സ്വീകരിക്കണം. ക്രിസ്തീയ ശുശ്രൂഷയിൽ അനുവർത്തിക്കേണ്ട ക്രമങ്ങളെ അപ്പോസ്തലൻ ഇവിടെ പ്രതിപാദിക്കുകയാണ്. ഒരു ന്യൂ ഓർഡർ, പുതിയൊരു ജീവിതക്രമം ഉണ്ടാകണം. 2020 കലുഷിതമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളിൽ കൂടിയാണ് നാം കടന്നുപോയത്. ഒരു വർഷം പിന്നിട്ട് പോയത് നമ്മൾ അറിഞ്ഞില്ല. ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുക. അപ്പോൾ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ സഭാ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ ഒരു ന്യൂ ഓർഡർ, പുതിയൊരു ഓർഡർ ഉണ്ടാകുന്നത് നല്ലതാണ്. അതുകൊണ്ട് ഈ കോവിഡ് മഹാമാരിയുടെ കാലഘട്ടത്തിലും അസഹിഷ്ണുത നിൽക്കുന്നതായ ഈ സാഹചര്യത്തിലും, ദുരിതം അനുഭവിക്കുന്ന സാഹചര്യത്തിലും വിശുദ്ധ അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്ക സഭയോട് പറയുകയാണ്, എപ്പോൾ സന്തോഷിപ്പീൻ, ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ. എപ്പോൾ സന്തോഷിക്കണം. കർത്താവ് സമീപമായിരിക്കുമ്പോൾ നമുക്ക് സന്തോഷിക്കുവാൻ സാധിക്കണം. നമ്മൾ എന്തുകൊണ്ട് സന്തോഷിക്കണം? നമ്മൾ സമപ്രായക്കാരായിട്ടുള്ള പ്രിയപ്പെട്ടവർ ഈ ലോകത്തിൽ നിന്ന് പല കാരണങ്ങളാൽ മാറ്റപ്പെട്ടു പോയപ്പോൾ ദൈവം നൽകിയ ആയുസ്, ആരോഗ്യം, സമ്പത്ത് എല്ലാം ദൈവത്തിന്റെ ദാനമാണ്. അതുകൊണ്ട് കർത്താവിൽ ഇപ്പോൾ സന്തോഷിക്കാൻ സാധിക്കണം.
ഇടവിടാതെ പ്രാർത്ഥിക്കുക. ലഭിക്കുന്ന സമയം അത്രയും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ സാധിക്കണം. വിവിധ ആവശ്യങ്ങളുടെ മധ്യേ നാം പ്രാർത്ഥിക്കുക. ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. എൻ്റെ ജീവിതാനുഭവത്തിൽ നിന്നാണ് ഞാനിത് പറയുന്നത്. അതിലുപരിയായി എല്ലാറ്റിനും സ്തോത്രം ചെയ്യുക. നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകിയ അനവരതമായ കൃപകളെ പറ്റി നാം ചിന്തിക്കുക. നമ്മൾ മുകളിലോട്ട് നോക്കുമ്പോൾ നമ്മളെക്കാട്ട് സമ്പന്നരായിട്ടുള്ള പ്രിയപ്പെട്ടവർ കാണാം, വിദ്യാഭ്യാസമുള്ള പ്രിയപ്പെട്ടവരെ കാണാം. എന്നാൽ നമ്മൾ താഴോട്ട് നോക്കുമ്പോൾ നമ്മൾ എത്ര ശ്രേഷ്ഠ പദവിയിലാണ് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇത് ദൈവഹിതം നിറവേറ്റപ്പെടുന്ന തുല്യമാണെന്നാണ് വിശുദ്ധ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. ദൈവിക സാന്നിധ്യമുള്ള ഒരു ജീവിത മാതൃക സ്വീകരിക്കുമ്പോഴാണ് കർത്താവിൽ സന്തോഷിക്കുവാൻ സാധിക്കുന്നത്. ദൈവിക സാന്നിധ്യമുള്ള മാതൃക എന്ന് പറയുമ്പോൾ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ നാം ജീവിക്കുക എന്നുള്ളതാണ്. ദൈവിക സാന്നിധ്യം നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അനർത്ഥങ്ങൾ കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ചിന്തിക്കണം. നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ളതായ അനർത്ഥങ്ങളാണ്, അപകടങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ദൈവ ദർശനമുള്ള മാതൃകയുള്ള ഒരു സമൂഹമാണ് ഇന്നിൻ്റെ ആവശ്യം. വിശുദ്ധ വചനം പറയുന്നുണ്ട്, ദർശനം നഷ്ടമായെടുത്ത് ജനം നശിക്കുക. അതാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ഒരു ദൈവികമായ ദർശനം ഉണ്ടായിരിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച്, നമ്മുടെ വരും തലമുറയെക്കുറിച്ച് ഒരു ദൈവിക ദർശനം ഉണ്ടായിരിക്കണം. ദൈവത്തിൻ്റെ ഇഷ്ടം നിവർത്തിക്കപ്പെടുമ്പോൾ ദൈവജനം ദൈവ സ്വഭാവമുള്ളവരായി മാറും. ദൈവജനം സ്നേഹമുള്ളവരായിരിക്കും, തമ്മിൽ സമാധാനമുള്ളവരായിരിക്കും. വിശുദ്ധ അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിക്കുന്നവരായി തീരും. നമുക്കൊരു വാക്യമുണ്ടല്ലേ, ബാലൻ നടക്കേണ്ടുന്ന വഴി അഭ്യസിക്കുക, അവൻ വൃദ്ധനായാൽ വിട്ടുമാറുകയില്ലെന്നുള്ള. ചെറുപ്രായത്തിലെ ആത്മീയമായി നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുവാൻ സാധിക്കണം. അവർ ദേവാലയത്തിലേക്ക് കൊണ്ടുവന്ന് സൺഡേ സ്കൂൾ പഠിപ്പിച്ച് നല്ല വാക്കുകൾ പറഞ്ഞു കൊടുത്ത് നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ അവരൊരിക്കലും നഷ്ടമായി പോവുകയില്ല. നമ്മുടെ ചെറുപ്രായങ്ങളിൽ നമ്മുടെ പേരൻസ് അങ്ങനെ ചെയ്തതുകൊണ്ടാണ് നാം ഇന്ന് സഭയുമായിട്ടുള്ള ബന്ധത്തിൽ നിലകൊള്ളുന്നത്. ഇവിടെ ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുകയെന്ന് പറയുന്നുണ്ട്. ബലഹീനരെ താങ്ങുവാൻ സാധിക്കണം. എല്ലാവരോടും ദീർഘക്ഷമ കാണിപ്പിനെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ഉദാത്തമായിട്ടുള്ള മാതൃക ഉണ്ടാകണം. ഒരിക്കൽ 7 വയസ്സുള്ള ഒരു ബാലൻ, അവന് ഒരു പ്രത്യേക രോഗം ബാധിച്ചു. പ്രത്യേകിച്ച് ഐസിയുലാകേണ്ട സാഹചര്യം വന്നപ്പോൾ അവൻ്റെ പേരൻസ് അവനോട് കൂടെ ഇല്ല. അവന് ഭയമുണ്ടായി. അപ്പം നേഴ്സുമാരുണ്ട്, ഡോക്ടർമാരുണ്ട്. അപ്പം അവൻ്റെ ബന്ധുമിത്രാദികളും മാതാക്കന്മാരൊക്കെയും ഐസിയുവിന് പുറത്താണ്. കുറച്ചു നാൾ കഴിയുമ്പോൾ ഇവൻ രോഗഭേദമായ ശേഷം അവൻ അമ്മ ചോദിച്ചു, മോനെ നീ ഐസിയുവിൽ കിടന്നപ്പോൾ എപ്രകാരമാണ്? അപ്പോൾ എനിക്ക് വേദനയും പ്രയാസം ഉണ്ടെങ്കിലും അമ്മ എനിക്ക് പഠിപ്പിച്ചു തന്ന 23-ാം സങ്കീർത്തനം ഞാനത് കാണാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. യഹോവ എൻ്റെ ഇടയനാവുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. ആ അമ്മ കരഞ്ഞു പോവുകയാണ് ചെയ്തത്. ഞാൻ പറഞ്ഞത്, സ്വന്തം മാതാപിതാക്കൾ പോലും ആശ്രയമില്ലാതിരിക്കുന്ന സാഹചര്യങ്ങളിൽ, ഒറ്റപ്പെടുന്ന സാഹചര്യങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് തുണയായിരിക്കുന്നത് സർവശക്തനായ ദൈവമാണ്. അതുകൊണ്ട് ബാലൻ നടക്കേണ്ടുന്ന വഴി അവൻ അഭ്യസിക്കുക. അവൻ വൃദ്ധനായാലും വിട്ടുമാറുകയില്ല. നാളെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്താ സംഭവിക്കുമെന്ന് പറയാൻ സാധിക്കുകയില്ല. നമുക്ക് എന്താ സംഭവിക്കുമെന്ന് പറയാൻ സാധിക്കുകയില്ല. അവർക്ക് നാം കൊടുക്കുന്നത് ഉന്നതമായ വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ ഒത്തിരി സാമ്പത്തികം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ആത്മീയമായിട്ടുള്ള ദൈവിക പരിജ്ഞാനം കൊടുക്കുന്നുവെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ഒറ്റപ്പെട്ടു പോവുകയില്ല.
ഇവിടെ വിശുദ്ധ അപ്പോസ്തലനായ പൗലോസ് അതുകൊണ്ട് പറയുന്നത് നല്ലൊരു മാതൃക, ഒരു ഓർഡർ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ബലഹീനരെ താങ്ങുവാനും എല്ലാവരും ദീർഘക്ഷമ കാണിപ്പാനും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിപ്പീൻ, എല്ലായ്പ്പോഴും എല്ലാവരോടും നന്മ ചെയ്തുകൊണ്ടിരിപ്പീൻ. അതിനുശേഷം പറയാം, ദൈവവചനം എപ്പോഴും വിനയപ്പെടുക. ഇതൊക്കെയാണ് കർത്താവിൻ്റെ വരവിങ്കിൽ ആനന്ദിക്കുന്ന സമൂഹത്തിൻ്റെ ലക്ഷണങ്ങൾ. മറ്റൊന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവീയ വിടുതൽ സാധ്യമാകണം, മേക്കിംഗ് ലിബറേഷൻ പോസിബിൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് വായിച്ച സങ്കീർത്തനം 50-ന്റെ 14-15 വാക്യങ്ങളിൽ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ദൈവസന്നിധിയിൽ അർപ്പിക്കുന്ന സ്വോത്രയാഗവും വഴിപാടുകളും അപേക്ഷകളും ആനന്ദത്തിന് നിദാനമാകുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറയുക. ദൈവസന്നിധിയിൽ അർപ്പിക്കുന്ന വഴിപാടുകൾ, അപേക്ഷകൾ അത് ആനന്ദത്തിന്, സന്തോഷത്തിന് നിദാനമായി തീരണം. ദൈവത്തോടുള്ള ബന്ധം മനുഷ്യൻ പ്രകടമാക്കുന്നത് ഓരോരുത്തരും ദൈവമുമ്പാകെ അർപ്പിക്കുന്ന സ്വോത്രാർപ്പണത്തിലൂടെയും സ്വയം ശൂന്യമാക്കുന്നതിലൂടെയുമാണെന്ന് ദൈവജനം പഠിപ്പിക്കുന്നുണ്ട്. ലൂക്കോസ് സുവിശേഷം 18-ാം അധ്യായം 9 മുതൽ 14 വരെ ഭാഗത്ത് പരീക്ഷന് ചുമക്കാരൻ്റെ പ്രാർത്ഥന അറിയാം. പരീക്ഷന് എപ്പോഴും സ്വയം നീതീകരിക്കുക, ഞാൻ അങ്ങനെയാണ്, ഞാൻ കൊടുക്കുന്നവനാണ്. എന്നാൽ ചുങ്കക്കാരൻ തൻ്റെ പാവം കുറ്റം ദൈവസന്നിധിയിൽ ഏറ്റു പറഞ്ഞ് മാർത്തടിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വഴിപാടുകളും നേർച്ചകളും അർപ്പിക്കുമ്പോൾ നമ്മുടെ മനോഭാവം എന്ത് എന്ന് ചിന്തിക്കണം. സമ്പത്ത് കൊണ്ട് ദൈവത്തെ വിലയ്ക്ക് വാങ്ങാൻ നാം ശ്രമിക്കരുത് എന്ന് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഏറ്റവും ശ്രേഷ്ഠമായത് ദൈവസന്നിധിയിൽ നമ്മുടെ കഴിവിനനുസരിച്ച് അർപ്പിക്കുവാൻ സാധിക്കണം. ബിഷപ്പ് ഫുൾട്ടൺ ജെ ഷീൻ പറഞ്ഞത്, തങ്ങളുടെ കയ്യിലുള്ള വിലയേറിയ വസ്തുക്കൾ യേശുവിന് കാഴ്ചവെച്ചതിലൂടെ ആനന്ദം കണ്ടെത്തിയവരാണ് പൗരസ്ത്യദേശക്കാരായ ജ്ഞാനികൾ. തങ്ങളുടെ കയ്യിൽ ഏറ്റവും വിലയേറിയതായ വസ്തുക്കൾ പൊന്ന്, നൂല്, കുന്തിരികം, അത് വേണമെങ്കിൽ അവർക്ക് മാറ്റിവെക്കാമായിരുന്നു. തങ്ങളുടെ കയ്യിൽ ഏറ്റവും വിലയേറിയതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ദൈവസന്നിധിയിൽ അത്, അല്ലെങ്കിൽ യേശു കർത്താവിന് അർപ്പിച്ചത്. അതാണ് പറയുന്നത് പൗരസ്ത്യ ദേശക്കാരായ ജ്ഞാനികൾ. പക്ഷെ ഈ കാലഘട്ടത്തിൽ നമുക്ക് സംഭവിച്ചിരിക്കുന്ന ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ, ലോകത്തിൻ്റെ ഇമ്പങ്ങളെ സ്നേഹിക്കുന്ന പാശ്ചാത്യരെ അനുഗമിക്കുന്നതിലാണ് നമ്മുടെ ആനന്ദം. ദൈവസന്നിധിയിൽ അർപ്പിക്കുന്നതിനേക്കാൾ മറ്റു ചില കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങൾ ശ്രമിക്കുന്നത്. ദൈവസന്നിധിയിൽ സമ്പൂർണ്ണ സമർപ്പണത്തോടെ നമ്മുടെ ദാനങ്ങളെ അർപ്പിക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. ദൈവം തന്ന നന്മകളെക്കുറിച്ച് നാം മനസ്സിലാക്കണം. ഈ കാലഘട്ടത്തിൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് സമ്പൂർണ്ണ സമർപ്പണമാണ്. നമുക്ക് വേണ്ടതും അതുതന്നെയാണ്. ഈ അനുഭവങ്ങൾ യാഥാർത്ഥ്യമാകുമ്പോൾ ദൈവിക സാന്നിധ്യം പ്രാപിക്കാൻ കഴിയും. അതിനാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക. നാം ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ദൈവം അത്ഭുതം പ്രവർത്തിക്കുക. ദൈവം മനുഷ്യൻ തമ്മിലുള്ള കൂട്ടായ്മ സംഭവിക്കുന്നത് വിടുതലിനും സന്തോഷത്തിനും കാരണമാകുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്. ഈ അവസ്ഥ പ്രാപിക്കുന്നത് തിരുപ്പിറവിയുടെ നാളുകൾ സാധ്യമായി തീരണം. ഈ നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ഒരുക്കമുണ്ടാകണം. ദൈവിക സാന്നിധ്യം അനുഭവിച്ചുകൊണ്ടാണോ ഞാൻ നിങ്ങൾ ജീവിക്കുന്നത് എന്നുള്ള ചിന്ത നമ്മെ ഭരിക്കേണ്ടതാണ്. നല്ലതായി ചിന്തിക്കുമ്പോൾ നിത്യമായ സന്തോഷം പ്രാപിക്കുക, റിസീവിങ് എറ്റേണൽ ഹാപ്പിനെസ്. പലർക്കും ഇന്ന് സന്തോഷമില്ല. ഇന്ന് വായിച്ച സുവിശേഷ വേദഭാഗത്ത് പറയുന്നുണ്ട്, നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും. ദൂതന്മാർ ലോകത്തോട് വിളിച്ചു പറയുന്നത് ക്രിസ്തുവിന്റെ ജനനം സർവ്വലോകത്തിനും സന്തോഷത്തിന് കാരണമാകുമെന്നാണ്.
സർവ്വജനത്തിനുമുണ്ടാകുന്ന മഹാസന്തോഷം ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു എന്നാണ് പറയുന്നത്. സർവ്വജനത്തിനുള്ള മഹാസന്തോഷം. നിരാശയിലും ഭയത്തിലും വസിച്ചിരുന്ന ജനസമൂഹത്തിന് തിരുജനനം പ്രത്യാശയേകി. സാധാരണക്കാരായ നാട്ടിടയരും പണ്ഡിതഗണത്തിലെ വിദ്വാൻമാരും ഒത്തുചേർന്ന് വിശുദ്ധ ഭൂമിയായി ബേത്ലഹേം മാറുകയാണ്. സമൂഹത്തിന്റെ എല്ലാ തലങ്ങളിലും ഉള്ള ജനത്തിന്റെ കൂടിവരവും ദൈവിക അനുഭവമാണ് മനുഷ്യ സമൂഹത്തെ സന്തോഷിപ്പിക്കുന്നത്. നാം ദൈവാലയത്തിലേക്ക് ഒരുമിച്ച് കൂടി വരുമ്പോൾ ഈ ഒരു സന്തോഷമാണ് അനുഭവിക്കുന്നത്. സാധാരണക്കാരെ ആട്ടിയിടുവർ, പണ്ഡിതഗണത്തിലെ വിദ്വാൻമാര് അവർ ഒരുമിച്ചാണ് ബേത്ലഹേമിലേക്ക് ചെല്ലുന്നത്. അവിടെ വിശുദ്ധ ഭൂമിയായി മാറുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ആരാധന രീതികൾ അപ്രകാരമാണ്. നമ്മുടെ ഒന്നിച്ചുള്ള പ്രയാണത്തിൽ കൂടെയാണ് ഈ സന്തോഷം കണ്ടെത്തുവാൻ ശ്രമിക്കേണ്ടത് അല്ലെങ്കിൽ സാധിക്കേണ്ടത്. വേദനകളില്ലാത്ത, വിവേചനമില്ലാത്ത ഒന്നായി നിൽക്കുന്ന സഭ ബേത്ലഹേമിൽ പിറന്ന യേശു സന്ദർശിക്കുന്നു. ഇന്ന് വേദനകളില്ലാത്തതായ, വിവേചനമില്ലാത്ത സഭയായി, സമൂഹമായി മാറുവാൻ നമുക്ക് സാധിക്കണം. എന്നാൽ ഈ അവസ്ഥയ്ക്ക് വിഘാതമായി നിലകൊള്ളുന്ന ഘടനകളെ തിരിച്ചറിയുകയും നശിപ്പിക്കുകയും ചെയ്തില്ലെങ്കിൽ ക്രിസ്തു വിവാഹം ചെയ്യുന്ന നിത്യമായ സന്തോഷം നമുക്ക് നഷ്ടമാവുകയാണ് ചെയ്യുന്നത്. അത് നിത്യമായ സന്തോഷം, എറ്റർണൽ ഹാപ്പിനെസ് അനുഭവിക്കണമെങ്കിൽ ക്രിസ്തു വിവാഹം ചെയ്യുന്നതായ ആ സാമൂഹിക വ്യവസ്ഥതയിൽ ദൈവരാജ്യ കെട്ടുപണിയിൽ പങ്കാളികളായി തീരുവാൻ നമുക്ക് സാധിക്കുക. ക്രിസ്തുവിന്റെ ദിനങ്ങൾ സർവസൃഷ്ടിക്കും ആഘോഷത്തിന് നിമിഷങ്ങളാണ്. കർത്താവിനെ കൂടാതെയുള്ള ആഘോഷമല്ല, അത് നിരാശയുടെയും വേദനയുടെ അനുഭവങ്ങളായി മാറുമെന്നാണ് പറയുന്നത്. പ്രിയമുള്ളവരെ, ലോകഗതിയെ മാറ്റിമറിച്ച, മാനവകുലത്തിന് പുതിയൊരു പാത സമ്മാനിച്ച ക്രിസ്തു ജനനത്തിന്റെ ദിനങ്ങൾ, കർത്താവിന്റെ സാമീപ്യം നമുക്ക് ലഭ്യമായി ചേരണം. അതുകൊണ്ട് നമ്മോടൊപ്പം പാർക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവ ചൈതന്യത്തെ നാം ഉൾക്കൊള്ളണം. അതാണ് ക്രിസ്തു സമീപേ ആനന്ദിക്കുക എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ദൈവിക പദ്ധതിക്ക് നമുക്ക് വിധേയപ്പെടുവാൻ സാധിക്കണം. നമ്മെക്കുറിച്ചുള്ള ഗോഡ്സ് പ്ലാൻ, ദൈവിക പദ്ധതി എന്നാണ് നാം മനസ്സിലാക്കണം. നമ്മുടെ സഭയെക്കുറിച്ചുള്ളതായ ദൈവിക പദ്ധതി എന്ന് നാം ഈ കാലഘട്ടത്തിൽ മനസ്സിലാക്കണം. സർവ്വജനത്തിനും സന്തോഷം പകരുന്ന ദൈവിക സാന്നിധ്യത്തെ നമുക്ക് ലോകത്ത് നൽകുവാൻ സാധിക്കണം. ദൈവികമായ സാന്നിധ്യം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ, ക്രിസ്തു സാന്നിധ്യം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ, അത് മറ്റുള്ളവർക്ക് ആശ്വാസം നൽകുവാൻ നമ്മളിലൂടെ ദൈവം പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ക്രിസ്തു നമ്മുടെ സമീപയാണ്. അതുകൊണ്ട് സന്തോഷിക്കുവാനും ആനന്ദിക്കുവാനും ദൈവത്തിന്റെ വിശുദ്ധാത്മാവ് ഈ വചനങ്ങളാൽ എന്നെ നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും വിശുദ്ധാത്മാവ് ദൈവത്തിനും സകല ബഹുമാനമഹത്വം കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. നിക്കിയ വിശ്വാസ പ്രമാണം നമുക്ക് ചേർന്ന് പ്രഖ്യാപിക്കാം. സർവശക്തിയുള്ള പിതാവായി ആശയം ഭൂമി കാണപ്പെടാധ്യമായുള്ള സർവേശ്വരനായ ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകജാതനാവത്തനായ കർത്താവായ യേശുവിൽ ഞാൻ വിശ്വസിക്കുന്നു. അവൻ സർവ്വപിതാവിന് ജനിക്കപ്പെട്ടവൻ, ദൈവത്തിൽ നിന്ന് ദൈവം പ്രകാശത്തിന്റെ പ്രകാശം എന്ന് സത്യദൈവം, ജനിക്കപ്പെട്ടവണ്ടാക്കപ്പെട്ടവനല്ല, പിതാവിന്റെ യുക്തമുള്ളവൻ. അവനെ ഉണ്ടായി അന്മനുഷ്യാനും രക്ഷയ്ക്ക് വേണ്ടി സുഖം ഇറങ്ങി പരിശുദ്ധാത്മാവിനെ കന്യകയിൽ വെച്ച് മനുഷ്യനായി തീർന്നു. പൊന്തിയോസ് പിലാസിനും കണ്ടി കൃഷിക്കപ്പെട്ടു. അവൻ കഷ്ടപ്പെട്ടു, അടക്കപ്പെട്ടു, തിരുനാസിയോ വർത്തനേറ്റു, സ്വർഗ്ഗത്തിലേക്ക് കയറി, പിതാവിനടുത്ത് വാതിരിക്കുന്നു. അവന് ജീവനരെയും മരിച്ചവരെയും നയിപ്പാൻ മഹത്തോടെ വീണ്ടും വരും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല. കർത്താവ് ജീവിപ്പിക്കുന്നവനും പിതാവിന് പുത്രവന്നവനും പിതാവിന്റെ നിൽക്കപ്പെട്ട് മഹത്വപ്പെടുന്നവനും പ്രവാചകരെ കൊണ്ട് പറച്ചനുമായ വിശുദ്ധാത്മാവിനെ വിശ്വസിക്കുന്നു. കാതലിക അപ്പോസ്തലനുമായ വിശുദ്ധനെ വിശ്വസിക്കുന്നു. വ്യത്യസ്തമേ അനുസരിക്കുന്നു. മരിച്ചവരുടെ പുനരുത്ഥാനത്തിനും ഒരുപാട് ലോകത്തിലെ ജീവനും ഞാൻ കാത്തിരിക്കുന്നു. എല്ലാവർക്കും ശാന്തമായിട്ടിരിക്കാം.
നോട്ടീസായി ചില കാര്യങ്ങൾ പ്രഖ്യാപിച്ചുകൊള്ളട്ടെ. ക്രിസ്മസ് ദിന ആരാധന, ക്രിസ്മസ് ഡേ വർഷിപ്പ് 7:30 AM തന്നെ ആരംഭിക്കുന്നു. ഹോളി കമ്മ്യൂണിയൻ ഉണ്ടായിരിക്കും. COVID-19 പ്രോട്ടോകോൾ അനുസരിച്ചായിരിക്കും ആരാധന നടത്തപ്പെടുന്നത്. തീയതി നമ്മുടെ ഫാമിലി സൺഡേ ആകുന്നുവല്ലോ. ഈ ഫാമിലി സൺഡേ സംബന്ധിക്കാൻ ആഗ്രഹിക്കുന്നവർ മുൻകൂട്ടി അച്ഛനെ അറിയിക്കേണ്ടതാണ്. കാരണം നമുക്കാവശ്യമായ ഇരിപ്പിടങ്ങൾ ക്രമീകരിക്കണമെങ്കിൽ മുൻകൂട്ടി അറിയിച്ചെങ്കിൽ മാത്രമേ അത് ക്രമീകരിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ നാളുകളിൽ എല്ലാവരും അപ്രകാരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയും ചോദിച്ച് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്നത്. അവരോർത്ത് ദൈവത്തിനെ സ്തോത്രം ചെയ്യുക. വിശേഷാൽ ഇന്ന് ഇത്രയും പേര് വിശുദ്ധ ആരാധന കടന്നു നിങ്ങൾ സന്തോഷിക്കുക. എന്നോട് തീർച്ചയായും വരുമെന്ന് പറഞ്ഞാൽ അത് വന്നിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ദൈവമായിട്ടുള്ള കമ്മിറ്റ്മെൻറ്റിൻ്റെ ഭാഗമാണ് ആരാധനയിൽ സംബന്ധിക്കുക എന്നുള്ളത്. അതുകൊണ്ട് ദൈവമായിട്ടുള്ള ഉടമ്പടിയാണ്, അച്ഛനുമായിട്ടുള്ള ഉടമ്പടിയല്ല. ദേവാലയത്തിലേക്ക് ചെന്ന് ഞാൻ ആരാധന കഴിക്കുമെന്നുള്ള ചിന്ത. കോവിഡ് മഹാമാരിയുടെ കാലഘട്ടത്തിലായതുകൊണ്ടാണ് നമ്മൾ ആ പ്രോട്ടോകോൾസ് സ്വീകരിച്ചുകൊണ്ടാണ് കാര്യങ്ങളൊക്കെയും മുന്നോട്ട് നയിക്കുന്നത്, അല്ലെങ്കിൽ നാം ആയിരിക്കുന്നത്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ന്യൂ ഇയറിൻ്റെ ആരാധന നയം ആരംഭിക്കുകയാണ്. പലരും എന്നോട് ചോദിച്ചതായി ചോദ്യമുണ്ട്, 31st ഇയർ എൻഡിങ് സർവീസ് ഇല്ലേ എന്നുള്ളത്. ഇയർ എൻഡിങ്ങിൻ്റെ സർവീസിന് പ്രാധാന്യം എനിക്കറിയാം. പക്ഷെ നമ്മുടെ ഇപ്പോൾ സാഹചര്യത്തിൽ നമ്മൾ ഒരു സർവീസ് കഴിഞ്ഞുകൊണ്ട് സാനിറ്റൈസേഷൻ ചെയ്യണം, മറ്റു ക്രമീകരണങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച ഓർപ്പിച്ചതുപോലെ കമ്മിറ്റിയങ്ങൾ കൂടാതെ 10 പേരിൽ കൂടുതലുണ്ടെങ്കിൽ ഇയർ എൻഡിങ് സർവീസ് ഉണ്ടായിരിക്കും. കമ്മിറ്റിയങ്ങൾ കൂടാതെ കഴിഞ്ഞാൽ കമ്മിറ്റിയങ്ങൾ അതൊക്കെ ചെയ്യേണ്ടത്. കാരണം മാരിഡൈസിൻ്റെ ക്രമീകരണം അനുസരിച്ചുകൊണ്ട് നൈറ്റ് സർവീസ് നിർബന്ധമായി വേണമെന്നൊന്നുമില്ല. പിന്നെ അതാത് ഇടവ കമ്മിറ്റികൾ അച്ഛനോട് ചേർന്ന് ക്രമീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ടൗണിലാണ്. അപ്പോൾ 30% കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ച് ചെക്കിങ് ഉണ്ടെന്നാണ് അവരിൽ നിന്ന് ബിഷപ്പ് തിരുവനന്തപുരം മറ്റ് ഗവൺമെൻറ്റൊക്കെ നമ്മെ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് വരാൻ ആഗ്രഹിക്കുന്നവർ മുൻകൂട്ടി അത് അച്ഛനെ അറിയിച്ചിരിക്കണം. കാരണം 9 AM മോർണിംഗ് സർവീസ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ പലർക്കും വല്ല ആഗ്രഹമുണ്ട്. ആണ്ടവസാനവും ആണ്ടുറവൊക്കെയാണല്ലോ നമ്മുടെ ജീവിതത്തിലെ എല്ലാ വർഷവും പുതിയ പുതിയ ഉടമ്പടി എടുക്കും. നടപ്പിലാവുക നമ്മൾ ചിന്തിക്കുക. എന്താണെങ്കിലും അച്ഛൻ തയ്യാറാണ് കേട്ടോ. അതുകൊണ്ട് മുൻകൂട്ടി അറിയിക്കുക. സൺഡേ സ്കൂൾ കുട്ടികളുടെ ക്രിസ്മസ് പ്രോഗ്രാം ഇന്ന് 11:30 AM അവർ പ്ലാൻ ചെയ്തതുപോലെ യൂട്യൂബ് ലിങ്ക് ലഭിക്കുന്നതാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ അതിനുവേണ്ടി ഒരുക്കിയ സൺഡേ സ്കൂൾ അധ്യാപകരെയും പേരൻസിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അതിൽ പിന്നിൽ അധ്വാനിച്ച് പ്രവർത്തിച്ച എല്ലാ പ്രിയപ്പെട്ടുള്ള നന്ദി സ്നേഹം അറിയിക്കുകയാണ്. വിശേഷാൽ എവൻ പൗലോസ് എഡിറ്റ് ചെയ്യുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കോരങ്ങൾ പാടിയ വിർച്വൽ സോങ് ഹിൻ നമ്പർ 241 സമാധാനം, പൂർണ്ണ സമാധാനം എന്നുള്ള വിർച്വൽ സോങ് ഇന്ന് 5:30 PM പബ്ലിഷ് ചെയ്യുന്നു. യൂട്യൂബ് ലിങ്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഫേസ്ബുക്കിലും യൂട്യൂബിലും ലഭിക്കുന്നതാണ്. കോരങ്ങളുടെ ഈ പ്രത്യേകമായിട്ടുള്ള ഈ പ്രോഗ്രാമിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. അതിന് എഫർട്ട് എടുത്ത എല്ലാ പ്രിയപ്പെട്ടുള്ള നന്ദി സ്നേഹം അറിയിക്കുകയും ചെയ്യുന്നു. കരോൾ റൗണ്ട്സ് നമുക്കറിയാമല്ലോ. കഴിഞ്ഞ ആഴ്ച ഓർപ്പിച്ചതുപോലെ വിർച്വൽ കരോൾ റൗണ്ട്സ് ആണ്. കോവിഡ് മഹാമാരിയുടെ കാലഘട്ടത്തിൽ നമ്മുടെ ഭവനങ്ങളിൽ സന്ദർശിക്കുവാൻ നമുക്ക് അനുവാദമില്ല. പ്രത്യേകിച്ച് ഫ്ലാറ്റിലൊക്കെയും നമ്മളെ കയറ്റ് ചെയ്യില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കമ്മിറ്റിയായിട്ട് ഇങ്ങനൊരു തീരുമാനമുണ്ടായത്. ഈ ആശയം പങ്കുവച്ച സ്നേഹമുള്ള
റിജിത്തും കോശിയും കമ്മിറ്റിയങ്ങളൊക്കെയാണ്. ഡിഫറെൻ്റ് ഏരിയ പ്രയർ ഗ്രൂപ്പിലേക്ക് ലിങ്ക് അയച്ചുകൊണ്ടാണ് നമ്മൾ ഈ നാളുകളിൽ ഇത് ക്രമീകരിച്ചിട്ടുള്ളത്. 6 ദിവസങ്ങളിലായിട്ടാണ് വിർച്വൽ കരോൾ ഡാൻസ് ക്രമീകരിച്ചിരിക്കുന്നത്. സൂം പ്ലാറ്റ്ഫോമിലാണ് 2 ദിനങ്ങളിലായി നടത്തപ്പെട്ടു. അത് നല്ല രീതിയിലാണ് നടത്തപ്പെട്ടത്. പലരും വിളിച്ച് റെസ്പോൺസിനെ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ചിലർ വിളിച്ച് അവിടെ ഓഡിയോ അല്ലെങ്കിൽ വോളിയം കുറവെന്ന് പറഞ്ഞതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. എന്നെ ഒരാൾ ആത്മാർത്ഥമായിട്ട് എന്നോട് പറഞ്ഞൊരു കമൻ്റ് ഉണ്ട് കേട്ടോ. ഈ കോവിഡ് കാലഘട്ടത്തിൽ ഞാൻ പേടിച്ചിരിക്കുകയായിരുന്നു, അയ്യോ കരോൾ ഡാൻസായിട്ട് അച്ഛൻ വരുമോ എന്നുള്ളത്. വരേണ്ടത് എങ്ങനെയാണ് പറയുന്നുള്ളത്. എന്നാൽ കരോൾ ഡാൻസായിട്ട് വരുമ്പോൾ 2 പാട്ടാണ് പാടുന്നത്. ദൈവഗുരുവിൽ 5 പാട്ടോളം പാടുന്നുണ്ട്. അതുകൊണ്ട് എല്ലാം സന്തോഷമായിട്ടാണ് എന്നോട് വിളിച്ചു പറഞ്ഞത്. അപ്പം നമ്മുടെ റെസ്പോൺസ് അതെങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുക. സാമ്പത്തികമായിട്ട് സഭയ്ക്ക് വർധന ഉണ്ടാകണം. ഈ 2 ദിനങ്ങളിലെ കരോൾ റൗണ്ട്സ് വിർച്വൽ പ്ലാറ്റ്ഫോമിൽ പൂർണ്ണമാവുമ്പോൾ സഭയ്ക്ക് ലഭിച്ചത് എത്ര? 20,000 അല്ലേ? 20,000 ആണ്. 20,000 രൂപയാണ്. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. സഹോദരി സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിച്ചാൽ എത്ര ശുഭം, എത്ര മനോഹരം എന്ന് പറയുന്ന പോലെ ഇതിന് എഫർട്ട് എടുക്കുകയാണെങ്കിൽ എല്ലാം ഈ സഭയെ സംബന്ധിച്ച് അനുഗ്രഹമാണ്. ഈ സൂം പ്ലാറ്റ്ഫോം അറിയാത്ത വ്യക്തികൾ പോലും ഈ കരോൾ ഗാനം കേൾക്കുവാൻ വേണ്ടി, എസ്പെഷ്യലി മോളി ജോർജ് ആൻറ്റി അടുത്തുള്ളതായ ഒരു പാസ്റ്ററോട് ചോദിച്ച് പാസ്റ്റർ പഠിപ്പിച്ച് അത് ഈ കരോൾ ഗാനം ആസ്വദിച്ച ശേഷം അതിൻ്റെ റെസ്പോൺസ് അറിയിക്കുകയുണ്ടായി. എന്നാൽ ചിലർ ഞങ്ങൾക്ക് സമയമില്ല എന്ന് പറഞ്ഞിട്ടുള്ളവരുണ്ട്. ടെക്നിക്കലായിട്ട് അറിയാഞ്ഞിട്ടും ഞങ്ങൾക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞിട്ടുള്ളവരുണ്ട്. പ്രിയമുള്ളവർ, നമ്മൾ പറഞ്ഞത് നമ്മൾ സഭയായിട്ടാണ് ഈ എഫർട്ട് എടുക്കുന്നത്. അപ്പം എല്ലാവരുടെ സഹനം ഉണ്ടാകണം. എന്നെ സംബന്ധിച്ചുള്ള ഒരു കംപ്ലൈൻറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അച്ഛൻ കാശ് ചോദിക്കുന്നത് അച്ഛൻ്റെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല, സഭയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. സഭയുടെ ആത്മീയ ഭൗതിക വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള സാമ്പത്തിക വർധന ഉണ്ടാകണം. കഴിഞ്ഞ വർഷത്തെ ഹാർവസ്റ്റിൻ്റെ പൈസ ഇപ്പോഴും കൊടുക്കാത്തവരുണ്ടല്ലേ? നമുക്കില്ലാഞ്ഞിട്ടാണോ? അത് ചിന്തിക്കുക. അപ്പോൾ ഈ വെർച്വൽ കരോൾ ഡാൻസിന് എഫർട്ട് എടുത്ത് എല്ലാവരും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുക. ഇത് ആശിഷ് മോഹൻ മാത്യു ആണ് പാട്ട് ക്രമീകരിച്ചത്. അക്കമ്പനിമെൻ്റ് ആൻഡ് എഡിറ്റിംഗ് ചെയ്ത് ആശിഷ് മോഹൻ മാത്യുവിനുള്ള നന്ദി സ്നേഹം ഒരിക്കൽ കൂടി അറിയിക്കുന്നു. മിസ്റ്റർ അമരം മാത്യു ഓഡിയോ മിക്സ് ചെയ്ത്, മാസ്റ്റർ ആർ എൻ ലിസ്റ്റ് സന്തോഷ്. സത്യം പറയട്ടെ, ഇവിടെ നല്ല ക്യാമറയൊക്കെ ഉള്ളവരൊക്കെ ഉണ്ട്. എൻ്റെ പൊട്ട ക്യാമറ വെച്ചോണ്ടാണ്, ഈ 2 ക്യാമറ വെച്ചോണ്ടാണ് ഇത് ചെയ്തത്. പറയുമ്പോൾ പ്രയാസം പറയണമല്ലോ, എങ്കിലും അത് ഏറ്റവും നല്ല രീതിയിൽ ക്രമീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ ഞങ്ങൾക്ക് സഹകരിച്ച പ്രിയപ്പെട്ടവരുടെ പേരുകളൊന്ന് പറയട്ടെ. മിസ്റ്റർ സോണിയ അനിൽകുമാർ, കൊച്ചമ്മ ലീന സന്തോഷ്, മിസ് സ്നേഹ സാറ വർഗീസ്, മിസ്റ്റർ വർഗീസ് എബ്രഹാം, മിസ്റ്റർ സച്ചിൻ എബ്രഹാം വർഗീസ്. ഒരു ഫാമിലി തന്നെ ഇങ്ങ് പോകുന്നു. പ്രിയമുള്ള, ഞാൻ പറയട്ടെ, ഇത് നമ്മുടെ സഭയുടെ ഗ്രൂപ്പിലാണ് ഞാൻ പോസ്റ്റ് ചെയ്തത്. ഇങ്ങനെ വെർച്വൽ കരോൾ ഡാൻസ് ക്രമീകരിക്കുന്നുണ്ട്, കടന്നു വരാൻ സാധിക്കുന്നത് കടന്നു വരണമെന്നുള്ളത് റെസ്പോണ്ട് ചെയ്തവർ പ്രിയപ്പെട്ടവരെ പറഞ്ഞത്. അതുപോലെ മിസ്റ്റർ സൈവാൾ സൈ, മിസ്റ്റർ മിഥുൻ ജി കോശി, ഇവരൊക്കെ കടന്നു വന്നവരാണ്. ഞാൻ പറഞ്ഞത് കാരണം, വർഗീസ് എബ്രഹാം ക്രിസ്മസ് ഫാദറായിട്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ലഭിച്ചിരിക്കുന്ന അവസരങ്ങൾ ദൈവനാമത്തിനായിട്ട് വിനിയോഗിക്കാൻ സാധിക്കണം. കമ്പനിയുടെ ഭാഗത്ത് നിന്ന് മിസ്റ്റർ ബാബു മാത്യു, അതുപോലെ മിസ്റ്റർ കോശി പി തോമസ്, കോശിയാണ് ഇതിൻ്റെ എഫർട്ട് മൊത്തം എടുക്കുന്നത്. കോശിയുടെ ഉത്തരവാദിത്വം ഏറ്റവും വിലപ്പെട്ടതാണ്. അതുപോലെ തന്നെ മിനോ പി മാത്യു, റിജിത് എഡ്വിനാണ് എൻ്റെ ക്യാഷ് ഡീലിങ്സ്. സഭയുടെ ദേവാലയ നിർമ്മാണ പ്രവർത്തനങ്ങളാണെങ്കിലും ഇതിനെല്ലാം ക്യാഷ് ഡീലിങ്സ് ചെയ്യുന്നത് റിജിത് എഡ്വിനാണ്.
അച്ഛന് ഇതിൻ്റെ കൺട്രോൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും അതിൻ്റെ ഉത്തരവാദിത്വങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ സഭയായി തീരണമെങ്കിൽ നമ്മൾ ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതലും വിർച്വൽ കരോൾസിലൂടെ നല്ലൊരു തുക ലഭിക്കുന്നുവെങ്കിൽ അത് ദേവാലയ നിർമ്മാണ പ്രവർത്തനം നമുക്ക് ഉപകരിക്കുമെന്നുള്ളത് ചിന്തിക്കണം. ഇന്ന് പല സഭകളുടെ സാമ്പത്തികമായിട്ട് പ്രയാസം അനുഭവപ്പെടുമ്പോൾ നമ്മുടെ കൂട്ടായ പ്രവർത്തനങ്ങളിൽ കൂടെ മാത്രമേ ഇത് സാധ്യമായി തീരുകയുള്ളൂ. അതുകൊണ്ട് സഹകരിച്ച, പ്രയത്നിച്ച, അധ്വാനിച്ച എല്ലാ പ്രിയപ്പെട്ടവരുമായ നന്ദി സ്നേഹം ഞാൻ അറിയിക്കുകയും ചെയ്യുന്നു. ധാരാളമായിട്ട് നിങ്ങളുടെ ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ചർച്ച് കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഞാൻ കഴിഞ്ഞ ആഴ്ച ഓർപ്പിച്ചതുപോലെ നമ്മുടെ ഫൗണ്ടേഷൻ ബിറ്റ് ഡിഗിങ് വർക്ക് നമുക്ക് നടന്നുകൊണ്ടിരിക്കുക. ഡിഫറെൻറ്റ് ചലഞ്ചസ് നമുക്ക് ഉണ്ടായിരിക്കുന്നത്. കാരണം നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏരിയയിൽ കരിങ്കല്ല്, അതുപോലെ കരിങ്കൽ പാറയുണ്ട്, അത് പൊട്ടിച്ച് നീക്കേണ്ടതായ സാഹചര്യം ഉണ്ടായിരിക്കുക. എങ്കിലും കുറച്ച് PCC വർക്ക് കഴിഞ്ഞു. പ്രൈം സിമെൻറ്റ്, കോൺക്രീറ്റ്, ആ ഫില്ലറിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നാളെ അത് കോൺക്രീറ്റ് ചെയ്യാൻ തുടങ്ങിയ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, 1-2 ഫില്ലർ കയറി ഞങ്ങൾക്ക് വിശ്വാസം വരുത്തുള്ളൂ എന്ന് പറഞ്ഞു. നവംബർ മാസം 16-ാം തീയതി ആരംഭിച്ചതായ വർക്ക് ഇതുവരെയും മുടക്കം കൂടാതെ മുന്നോട്ട് പോകുക. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. കാരണം നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ ചിരകാല അഭിലാഷമാണ് ഒരു ദേവാലയം. അപ്പോൾ ഒരു ദേവാലയം സ്വന്തമായിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ ആത്മാർത്ഥതയോടെ അതിനുവേണ്ടി അധ്വാനിപ്പാൻ സാധിക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ആലയത്തിൽ ആരാധനയെ സംബന്ധിക്കുന്ന വ്യക്തിയാണ് നിതിൻ കോശി. കഴിഞ്ഞ പ്രാവശ്യം മഴയുടെ സമയത്ത് നമ്മുടെ ദേവാലയം ചോർന്നൊലിച്ചപ്പോൾ അതിൻ്റെ മെയിൻ്റനൻസ് വർക്കിൻ്റെ ഫണ്ട് അല്ലെങ്കിൽ ഒരു പടുത മേടിച്ചു തന്ന അദ്ദേഹമാണ്. കാരണം നമ്മൾ മെയിൻ്റനൻസ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അദ്ദേഹം ഈ ദേവാലയത്തെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ നമ്മുടെ മെമ്പറല്ല, കൊല്ലക്കടവ് CSIയിൽ മെമ്പറാണെന്ന് മാത്രമേ ഉള്ളൂ, ഇവിടെ ജോലിക്ക് വന്നതാണ്. 2 ലക്ഷം രൂപയാണ് ഓഫർ ചെയ്തിരിക്കുന്നത്. കൂടാതെ അദ്ദേഹത്തെ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു ഏനാത്ത് എന്ന സഭയുടെ അവിടെ കുറച്ച് പാവപ്പെട്ടവരുണ്ട്, അവർക്ക് ക്രിസ്മസിന് കുറച്ച് കിറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അതും സ്പോൺസർ ചെയ്ത അദ്ദേഹമാണ്. സഭയുടെ അംഗമല്ലായിട്ട് പോലും വളരെ ആത്മാർത്ഥതയോടെയാണ് നിതിൻ കോശിയും ഫാമിലിയും ഇതിന് സഹകരിച്ചത്. ആ പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സഭയുടേതായ നന്ദി സ്നേഹം അറിയിക്കുന്നു. ഒരു ക്ലാപ്പ് കൊടുത്താട്ടെ, അദ്ദേഹം ഇല്ലെങ്കിൽ പോലും. അതുപോലെ കഴിഞ്ഞ ആഴ്ചയിൽ ആരാധനയ്ക്ക് ശേഷം സന്ദീപ് സാമുവലും വൈഫ് റീന സന്ദീപോട് ചേർന്ന് പറഞ്ഞു, അച്ഛാ, ഞങ്ങളുടെ സാഹചര്യമൊക്കെ ഇപ്പം വളരെ ബുദ്ധിമുട്ടും പ്രയാസമുണ്ടെങ്കിലും എൻ്റെ ശമ്പളത്തിൻ്റെ ഭാഗമായിട്ട് 50,000 രൂപ ദേവാലയ നിർമ്മാണത്തിന് ഞാൻ തരാം എന്ന് റീന സന്ദീപ് പറയുണ്ടായി. ആ സന്ദീപിനെയും റീന സന്ദീപിനെ ഓർത്ത് ഞാൻ ദൈവം സ്തോത്രം ചെയ്യാണ്. ശമനകുട്ടി ഞങ്ങളുടെ സാഹചര്യം നമുക്കറിയാം. അവരെ ധാരാളമായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സഭയുടെ നന്ദി സ്നേഹം അറിയിക്കുന്ന ഒരു ക്ലാപ്പ് കൊടുത്താട്ടെ. കഴിഞ്ഞ ആഴ്ച ആരംഭിച്ച ശേഷം നമ്മുടെ VC എബ്രഹാം ഷായിച്ചാൻ്റെ കാണാൻ പോയി. ശാരീരിക ക്ഷീണാവസ്ഥയിലായിരുന്നു. അപ്പോൾ പറഞ്ഞു, എനിക്ക് ദേവാലയത്തിലേക്ക് കടന്നു വരാൻ ആഗ്രഹമുണ്ട്. ഞാനും വിനോയും വാമത്യങ്ങളിലൂടെ പോയത്. അദ്ദേഹം ദേവാലയ നിർമ്മാണത്തെക്കുറിച്ചൊക്കെയും മനസ്സിലാക്കിയ ശേഷം പറഞ്ഞത്, അച്ഛാ, ഒത്തിരി തരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ദൈവനാമത്തിൽ ഞാൻ 1 ലക്ഷം രൂപ നൽകുവാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ ശാരീരിക ക്ഷീണാവസ്ഥ ഞാൻ കൂടുതൽ നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ VC എബ്രഹാം നമ്മുടെ ഷായിച്ചാനോട് ഫാമിലിയോടായ നന്ദി സ്നേഹം അറിയിക്കുന്നു. നല്ലൊരു കാപ്പ് കൊടുത്താട്ടെ. മറ്റൊന്ന് രാജൻ ജോൺ അങ്കിൾ കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചു പറഞ്ഞു, അച്ഛാ, ഞാൻ ശാരീരിക ക്ഷീണാവസ്ഥയിലാണ്, ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും ദൈവനാമത്തിനായ ദേവാലയ നിർമ്മാണത്തിന് 1 ലക്ഷം രൂപയും മാമോദിസ തൊട്ടിയും ഞാൻ നൽകാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയ അങ്കിളിനോടും കുടുംബത്തോടുമായ നന്ദി സ്നേഹം അറിയിക്കുന്നു. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഒരു ക്ലാപ്പ് കൊടുത്താട്ടെ. ഞാൻ ഈ 2 പേരുടെ കാര്യങ്ങൾക്ക് അറിയാം. ഇവർ 2 പേരും രോഗാക്ഷീണാവസ്ഥയിൽ കഴിയുന്നവരാണ്. എങ്കിൽ ദൈവാലയത്തെ സംബന്ധിച്ചുള്ള എരിവ് അവർക്കുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കണം.
അതുപോലെ നമ്മുടെ താനാക്കിലെ ഓമനാച്ചി അച്ചാമ്മ വർഗീസ്, അതിപ്പോഴും ശാരീരിക ക്ഷീണാവസ്ഥയിലാണ്. നമുക്കറിയാം, ഈ കോമ്പൗണ്ട് വെച്ചൊരു വീഴ്ച സംഭവിച്ചു, പിന്നീട് 1 വർഷം വീണു, ബുദ്ധിമുട്ടായി. ഈ ആലയത്തെ നിർമ്മാണത്തെക്കുറിച്ച് സംബന്ധിച്ച് അറിഞ്ഞപ്പോൾ തന്നെ തൻ്റെ മകളിലൂടെ 20,000 രൂപ കഴിഞ്ഞ ദിവസം ചർച്ച് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അച്ചാമറി സാൻജിയുടെ നല്ല ഒരു പ്രവർത്തനത്തെ ഓർത്ത് ദൈവത്തിനെ സ്തോത്രം ചെയ്യുന്നു. ആൻറ്റി ഇല്ലെങ്കിൽ ആൻറ്റിക്ക് നല്ലൊരു കാപ്പ് കൊടുത്താട്ടെ. അതുപോലെ നമ്മുടെ മധ്യത്തിൽ അന്നമജോൺ ആൻറ്റി ഉണ്ടല്ലോ, ആൻറ്റിയും മനുസ്വാമിനും മകനോടെ അവരുടെ ഫാമിലിയുടെ വകയായിട്ട് ഒരു പരിമിതമായ സാഹചര്യം 1 ലക്ഷം രൂപ നൽകാമെന്ന് തെറ്റിട്ടുണ്ട്. ആൻറ്റിക്കും മനുവിനും ഫാമിലിക്കും നല്ലൊരു കാപ്പ് കൊടുത്താട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ബാബു വർഗീസ്, ഷേർലി ആൻറ്റി, ഞാൻ കഴിഞ്ഞ ദിവസം വർത്താനം പറഞ്ഞു, പിന്നെ പറയാമെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ പറയേണ്ട കാര്യമില്ല. കാരണം ഒരു ഓഫർ കിട്ടിയെങ്കിൽ മാത്രമേ കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കുകയുള്ളൂ. ടൈത്തിന് ശേഷം ബാക്കി തുകയിൽ തന്നു 3 ലക്ഷം രൂപ ഫാമിലിയായിട്ട് നൽകാൻ നേരിട്ടുണ്ട്. കൂടാതെ പ്രയർ ഡെസ്ക്, എന്താ പറയുക, വിദേശിമാരെന്ന് ശുശ്രൂഷ ചെയ്യുന്ന ആ സംഭവത്തിനാണ് പ്രയർ ഡെസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ നല്ലൊരു കാപ്പ് കൊടുത്താട്ടെ. ഞാൻ പറഞ്ഞ ഈ നാളുകളിൽ നമ്മൾ ചോദിക്കാതെ പലരും ഇങ്ങോട്ട് പറയുകയാണ് ചെയ്യുന്നത്. ഞാൻ ആരോടും, ഞാൻ പറഞ്ഞല്ലോ, നിർബന്ധതാലും ഷട്ടിത്താലുമല്ല, സന്തോഷത്തോടെ കൊടുക്കുന്നവർ ദൈവം സ്നേഹിക്കുക, അവരവരുടെ കഴിവുകളനുസരിച്ച് കൊടുക്കുക. ദൈവം കൂടുതലായിട്ട് നൽകുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നൽകുവാൻ ശ്രമിക്കണം എന്നുള്ളത് പൊതുസംശയം അറിയിക്കുക ചെയ്യുന്നത്. മറ്റൊന്ന് എനിക്ക് പറയാനുള്ളത്, ഈ നാളുകളിൽ നീന സൈബാൾ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. പ്രിയ നീനയെ ഓർത്ത് ഞാൻ ദൈവത്തിൽ സ്തോത്രം ചെയ്യുക. നീനയുടെ ബ്രദർ ആണെങ്കിൽ പുൽപ്പിറ്റ് സ്പോൺസർ ചെയ്യാമെന്ന് പറഞ്ഞെങ്കിലും പുൽപ്പിറ്റ് ഓൾറെഡി വേൾഡ് സ്കോളർഷിപ്പ് അത് സ്പോൺസർ ചെയ്തിരിക്കുക. കൂടാതെ അതിനനുസൃതമായിട്ടുള്ള ബെഞ്ച് നൽകാൻ പറ്റിയിട്ടുണ്ട്. നീന സൈബാളിൻ്റെ ബ്രദറിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അതുപോലെ തന്നെ ഒരു ഫാമിലി ഫ്രണ്ടായിരിക്കും നീന സൈബാളിൻ്റെ സജാന എസ് ഷാജലെ, മർത്തോമ സഭാംഗമാണ്, ബറോഡയിലാണ് താമസം. 2 ബെഞ്ച് സ്പോൺസർ ചെയ്തിട്ടുണ്ട്. അതുപോലെ നീന സൈബാളിൻ്റെ മറ്റൊരു ഫ്രണ്ടായിരിക്കുന്ന ബറോഡ യാക്കോബ ചർച്ചിലെ സൂസൻ ഒരു ബെഞ്ച് സ്പോൺസർ ചെയ്യാൻ നേരിട്ടുണ്ട്. നീനയിലെ ഓഫീസിലെ ഫ്രണ്ടായിരിക്കുന്ന ഒരു സുഹൃത്ത് 2 ബെഞ്ച് സ്പോൺസർ ചെയ്യാൻ നേരിട്ടുണ്ട്. മറ്റൊരു ഫ്രണ്ട് 5 ബെഞ്ച് സ്പോൺസർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏകദേശം ഒരു ബെഞ്ചിന് 10,000 രൂപയാണ്. കാരണം ഞാൻ ചെയ്തിട്ടുള്ളതെന്ന് എനിക്കറിയാം, നല്ല ബെഞ്ചിന്. അപ്പോൾ ഈ നാളുകളിൽ നീന സൈബാൾ സഭയ്ക്ക് നൽകുന്ന ഒത്തിരി നവ്യമായ പ്രവർത്തനങ്ങൾക്കായി ഒരു സ്തോത്രം ചെയ്യാണ്. ഇതുപോലെ നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾ ദൈവനാമോഹത്തിനായിട്ട് സഭയുടെ ആത്മീയ പൗതി വളർച്ചയ്ക്കായിട്ട് വിനിയോഗിക്കാൻ സാധിക്കണം. നീന സൈബാളിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് മോനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാണ്. ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ലൊരു കാപ്പ് നീനായി കൊടുത്താട്ടെ. ഞാൻ കഴിഞ്ഞ ദിവസവും നമ്മളെ സ്നേഹമുള്ള ടീച്ചോ വിജുവിനോട് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ അച്ഛ 1 ലക്ഷം രൂപ നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കൂടുതലായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പം അതിനോട് എനിക്ക് എൻ്റെ നാട്ടുകാരിയായതുകൊണ്ട് ഞാൻ കുറച്ചൊരു ഫ്രീഡം എടുത്ത് ചോദിക്കുന്നത്. ഈ പറഞ്ഞ പോലെയല്ല, അതിൻ്റെ നാട്ടിലെ സാഹചര്യം എന്താണെന്ന് എനിക്കറിയാം. എൻ്റെ അയൽവക്കത്ത് താമസിക്കുന്നത് ധാരാളമായിട്ട് ദൈവം അനുഗ്രഹിച്ചിട്ടുള്ള ഫാമിലിയാണ്. അതുകൊണ്ട് കൂടുതലായിട്ട് ദൈവം നൽകട്ടെ. അപ്പോൾ ഇപ്പോൾ 1 ലക്ഷം രൂപ നൽകാൻ എഴുതിയിട്ടുണ്ട്. നല്ലൊരു കാപ്പ് കൊടുത്താട്ടെ നമുക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഇനിയും ദൈവം നമ്മുടെ ജനങ്ങളിലൂടെ പ്രവർത്തിക്കണം. ഏതാണ്ട് 3.5 കോടിയോളം വരും നമ്മുടെ ദേവാലയം പണിതുയർത്തി വരുമ്പോൾ. ഇപ്പോൾ ഏകദേശം 50 ലക്ഷം രൂപ ഓഫറായിട്ട് നിന്നു. ക്യാഷ് ഡീലിങ്സ് എല്ലാം സ്നേഹമുള്ള പ്രീതെടുവൻ നമ്മുടെ ട്രഷറാണ് ചെയ്യുന്നത്. അച്ഛന് നേതൃത്വം വഹിക്കുന്നുള്ളൂ. കൂടാതെ 5 മണിക്ക് എഴുന്നേറ്റ് ഞാൻ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ പ്രാർത്ഥനയിൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരു പ്രയർ ഫെലോഷിപ്പ് നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് ഇന്ന സമയത്ത് ഞാൻ ദേവാലയ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് ഉറപ്പ് തരാവുന്ന ഒരു സ്നേഹമുള്ള എന്നോട് വിളിച്ച് പറയുകയാണെങ്കിൽ ആ ടൈം ഷെഡ്യൂൾ ഉണ്ടാക്കി നമുക്കൊരു ചെയിൻ പെയറായിട്ട് പ്രാർത്ഥിക്കണം. കാരണം നമുക്കിനി ഇത് മുടക്കം കൂടാതെ മുന്നോട്ട് പോകണം. നമ്മുടെ ബോർവെലിൻ്റെ ആപ്ലിക്കേഷനൊക്കെയും കളക്ടർ ഓഫീസിൽ ചെന്നിട്ടുണ്ട്. ഒരുപക്ഷെ ഈ ആഴ്ച ലഭ്യമാവുമെന്നാണ് ചിന്തിക്കുന്നത്. ഇതുവരെ നമുക്കൊരു മുടക്കം ഉണ്ടായിട്ടില്ല. മെഡിക്കൽ ഡൈസ് നമുക്ക് അനുവദിച്ച സ്ഥലത്ത് ഗ്രീനെറ്റ് കെട്ടി മറിച്ചുകൊണ്ടാണ് നമ്മുടെ ദേവാലയം പണി കൊണ്ട് പോകുന്നത്. വെള്ളത്തിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടെങ്കിലും അതൊക്കെ പരിഹരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്.
അടുത്ത നാളിൽ എല്ലാവരുടെയും പ്രാർത്ഥനയും സഹകരണം ഉണ്ടാകുമെന്ന് അഭ്യർത്ഥിക്കുന്നു. ദൈവം ധാരാളമായിട്ട് നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ബർത്ത്ഡേ ലിസ്റ്റ് വായിക്കുന്നു. ഉണ്ടെങ്കിൽ മുന്നോട്ട് കടന്നു വരാം. മിസ്റ്റർ അശ്വിൻ തോമസ് മോഹൻ, മിസ്സസ് ഓമന ജി ഷാജു, മിസ്സസ് ജോസ്ന പി മിനോ, മിസ്റ്റർ ആഷ്ലി ജോൺ വർഗീസ്, മിസ്റ്റർ ജോസഫ് കോശി എ, മിസ്സസ് ജീവ എലിസബത്ത് തോമസ്, മിസ്റ്റർ ജെയ്സൺ എം ജേക്കബ്, മിസ്റ്റർ ചാണ്ടി അബ്രഹാം. ഓക്കെ, പ്രിൻസി കടന്നു വരിക. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ, എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും എന്നോ നന്ദി ചൊല്ലുന്നു ഞാൻ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും എന്നോ നന്ദി ചൊല്ലുന്നു. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തര വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ജീവന്റെ പരിപാലകനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ ആഴ്ചയിൽ ജന്മദിനം കൊണ്ടാടുന്ന അവിടുത്തെ പ്രിയ മക്കളെ ദൈവം സമർപ്പിക്കുന്നു. അവരായിരിക്കുന്ന ഇടങ്ങളിൽ, സ്ഥാനങ്ങളിൽ ദൈവത്തിൻ്റെ അളവറ്റ കരുണയും കാവലും സംരക്ഷണം കൂടിയിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ മഹിമള ധന്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പുതിയ കൃപകളും അനുഗ്രഹങ്ങളും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ പഠിക്കാൻ ആവശ്യമായ ബുദ്ധിയും ജ്ഞാനം വിവേകം പ്രദാനം ചെയ്യണമേ. വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ടവരെയും ദൈവം സമർപ്പിക്കുന്നു. കുടുംബസ്ഥരായ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണമേ. കർത്താവ് അടുത്ത പ്രിയ മക്കളെ സർവോപരി നന്മകള ധന്യമാക്കണമെന്ന് യേശു തമ്പുരാന്റെ നാമത്തിൽ യാചിക്കുന്നു. കൃപയോട് കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയ ദൈവത്തിന്റെ കരുണയ്ക്കാവും സന്തോഷത്തോടും നിങ്ങളുടെ ജീവിതത്തോട് ഇന്ന് നയിക്കുമാറാകട്ടെ. വെഡിങ് ആനിവേഴ്സറി മിസ്സസ് ആൻഡ് മിസ്റ്റർ അരുൺ ചെറിയാൻ, മിസ്സസ് ആൻഡ് മിസ്റ്റർ സൈബാസി. പാട്ട് പാടുക. സകല കുടുംബങ്ങൾക്കും കാരണഭൂതനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ ആഴ്ചയിൽ വിവാഹം ആഘോഷിക്കുന്ന അവിടുത്തെ പ്രിയ മക്കളെ ദൈവങ്ങളിൽ സമർപ്പിക്കുന്നു. നിന്റെ മക്കൾ കുടുംബജീവിതം ആരംഭിച്ച നിമിഷം മുതൽ ഈ സമയം വരെയും അത്ഭുതകരം അതിശയകരമായി ഈ ഭൂമിയുടെ വരപ്പിൽ സാക്ഷ്യമായി വഴി നടത്തിയ വിധങ്ങൾക്കായി സ്തുതിക്കുന്നു. സ്വാതന്ത്ര്യനാഥിനെ അത്യധികമായി ശക്തീകരിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവർക്ക് ദാനമായി നൽകിയിരിക്കുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ധാരാളമായി നന്മകളെ ധന്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പുതിയ കൃപകളും അനുഗ്രഹങ്ങളും അവിടെ ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. സന്താപകാലത്തും സന്തോഷകാലത്തും ദൈവത്തിൽ ആശ്രയം ജീവിപ്പാൻ ശക്തീകരിക്കണമേ. ഇനിയും നല്ലത് വരുവാനിരിക്കുന്നുള്ള ഉത്തമമായ ബോധ്യം അവിടെ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ദൈവസ്നേഹത്തിൽ അധിഷ്ഠിതമായി തുടർന്ന് കുടുംബജീവിതം നയിപ്പാൻ നിന്റെ ഓരോ പ്രിയമക്കളെയും ശക്തീകരിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് യേശു തമ്പുരാന്റെ നാമത്തിൽ യാചിക്കുന്നു. കൃപയോട് കേൾക്കുമാറാകണമേ. ആമീൻ. ദൈവത്തിന്റെ കരുണയ്ക്കാവും സന്തോഷം നിങ്ങളോട് നിങ്ങളുടെ കുടുംബജീവിതത്തോടും ഇന്ന് നയിക്കുമാറാകട്ടെ. ആമേൻ.
ഈ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മെ തന്നെ ദൈവങ്ങളിൽ സമർപ്പിക്കാം. ഈ വിശുദ്ധ ദിവസം വിശുദ്ധ ആലയത്തിലേക്ക് കടന്നു വരുവാനും ആത്മാവിന് സത്യ ദൈവത്തെ ആരാധിപ്പാനും ദൈവം അവിടുന്ന് അവസരം ഒരുക്കിയ വൻകൃപയ്ക്കായി നിന്നോടെ സ്തോത്രം ചെയ്യാം. നമ്മുടെ CSI സഭയോർത്ത് പ്രാർത്ഥിക്കാം. മോഡറേറ്റർ, ഡെപ്യൂട്ടി മോഡറേറ്റർ, സിനഡ് ഭാരവാഹികൾ, എല്ലാ ബിഷപ്പുമാരെയും അവരുടെ ശുശ്രൂഷകളെയും ഓർത്ത് പ്രാർത്ഥിക്കാം. മേഡക് ഡൈസിൻ്റെ ബിഷപ്പായിരിക്കുന്ന റൈറ്റർ ഡോക്ടർ S.C. സോളമൻരാജ് തിരുമേനി ഓർത്ത് പ്രാർത്ഥിക്കാം. ഈ നാളിൽ ശുശ്രൂഷകളെ മാനിക്കാൻ അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കാം. മധ്യകേരള മഹായിടവ ഒരു പുതിയ അധ്യക്ഷനായിട്ട് പ്രാർത്ഥനയുടെ കാത്തിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവയോടെ ശക്തിയെ സഹായിക്കുകയും ചെയ്യണമേ. തിരഞ്ഞെടുക്കപ്പെട്ട സാവോച്ചനെയും നർസൻ ചാക്കോച്ചനെയും ഒത്ത് പ്രാർത്ഥിക്കാം. നല്ലൊരു അധ്യക്ഷനെ ഞങ്ങൾക്ക് നൽകുമാറാണെന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ വൈദിക ശ്രേഷ്ഠരെയും സുവിശേഷകരായിരിക്കുന്ന പ്രിയപ്പെട്ടവരെയും ദൈവങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ മിഷൻ വീടുകളെ ഓർത്ത് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ സഭയിൽ ശുശ്രൂഷ ചെയ്ത പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ കുടുംബങ്ങളെയും വിദേശത്തായിരിക്കുന്ന പ്രിയപ്പെട്ടവരെയും നാട്ടിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാം ദൈവങ്ങളിൽ സമർപ്പിക്കാം. ഈ നാളുകളിൽ സഭയ്ക്ക് നേതൃത്വം നൽകുന്ന ചർച്ച് കമ്മിറ്റികളെയും ബിൽഡിംഗ് കമ്മിറ്റികളെയും അവിടെ നിസ്തുല്യമായ സേവനങ്ങൾക്കായി സാക്ഷ്യങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്തു പ്രാർത്ഥിക്കാം. നമ്മുടെ സൺഡേ സ്കൂളിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. പഠിക്കുന്ന കുഞ്ഞുങ്ങളെയും പഠിപ്പിക്കുന്ന അധ്യാപകരെയും ദൈവിക ജ്ഞാനത്താൽ പ്രകാശിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഗായസംഘത്തിനായി എന്നോട് സ്തോത്രം ചെയ്യാം. നിന്റെ മക്കളെയും ധാരാളമായിട്ടുള്ള നന്മകളാൽ ധന്യമാക്കണമെന്ന് പ്രാർത്ഥിക്കാം. യൂത്ത് മൂവ്മെൻ്റ് പ്രവർത്തനങ്ങൾക്കായി എന്നോട് സ്തോത്രം ചെയ്യാം. അത്യധികമായി ശക്തിരിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കാം. വുമൻസ് ഫെലോഷിപ്പിൻ്റെ പ്രവർത്തനങ്ങൾക്കായി എന്നോട് സ്തോത്രം ചെയ്യാം. നിന്റെ മക്കളുടെ എല്ലാ അധ്വാനത്തിലും കർത്താവെ ഈ നാൾ നടക്കുന്ന ബൈബിൾ സ്റ്റഡിയിലൊക്കെ ദിവ്യ സാന്നിധ്യം കൂടിയിരിക്കണമെന്ന് പ്രാർത്ഥിക്കാം. രോഗികളായി ദുഃഖിതരായി കഷ്ടതയും പ്രയാസങ്ങളിൽപ്പെടുന്ന പ്രിയപ്പെട്ടവരോട്ട് പ്രാർത്ഥിക്കാം. രോഗികൾക്ക് നല്ല വിധനായ യേശു കർത്താവ് പൂർണ്ണമായ വിടുതൽ ആശ്വാസം പ്രദാനം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കാം. വാർദ്ധക്യസഹജമായ ക്ഷീണാവസ്ഥയിലായിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെ ദൈവത്തിൽ സമർപ്പിക്കാം. അവിടെ ശക്തിയിരിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കാം. കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച പ്രിയപ്പെട്ടവരെയും വിവാഹത്തിനായിട്ട് ഒരുങ്ങുന്ന പ്രിയപ്പെട്ടവരെയും ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. യാത്രാ സ്ഥലത്ത് നടക്കുന്ന നമ്മുടെ ദേവാലയ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, ആഗ്രഹിക്കുന്ന ആത്മാവിനെ തൃപ്തിപ്പെടുത്തുന്ന കർത്താവ് നമ്മുടെ ആഗ്രഹങ്ങളെ കണ്ടറിഞ്ഞ് സബലീകരിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കാം. തിരുപ്രകാരം കർത്താവെ, ഞങ്ങളുടെ ദേവാലയ നിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുവാനും അത് പൂർത്തീകരിക്കാനും ആവശ്യമായിട്ടുള്ള കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കാം. ഈ നാളിൽ സാമ്പത്തികമായിട്ട് ദേവാലയ നിർമ്മാണത്തിന് വേണ്ടി നൽകുന്ന കരങ്ങളെ ശക്തീകരിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കാം. അതീതമായിട്ട് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. സർവ്വ നന്മകള ധന്യമാക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഈ ആഴ്ച നടത്തപ്പെടുന്ന
നമ്മുടെ വിർച്വൽ കരോൾ റൗണ്ട്സിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഈ കോവിഡ് മഹാമാരിയുടെ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് ചെല്ലുവാൻ സാധിക്കുന്നില്ല എങ്കിലും ക്രിസ്തുവിൻ്റെ തിരുജന സന്ദേശം വിർച്വൽ കരോൾ റൗണ്ട്സിലൂടെ അറിയിക്കുവാനും അത് സന്തോഷം നൽകുവാനും അത് ഞങ്ങൾ ഓരോരുത്തരെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഈ ക്രിസ്മസ് കാലയളവ് സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ദിനങ്ങളായി മാറുവാൻ അവിടെ ഞങ്ങളെ ശക്തീകരിക്കാൻ സഹായിക്കുകയും ചെയ്യുമെന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ചെറുപൈതങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. ബാലാരിഷ്ടതയും പൈശാചിക ബന്ധത്തിന് രോഗം വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കാം. നാം ആയിരിക്കുന്ന ദേശത്തെ ദൈവങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും പൊന്നു തമ്പുരാൻ്റെ പാദപീഠത്തിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഒരു പാട്ടിൻ്റെ ശരണം പാടിയ ശേഷം അന്നമ്മ ജോൺ ആൻറ്റിക്ക് എല്ലാ കാര്യങ്ങളും വഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയ്ക്കുത്തരം നൽകുന്നോനേ, നിന്റെ സന്നിധിയിൽ ഞാൻ വരുന്നേ. സ്വർഗീയാനുഗ്രഹത്തിൽ വാതിൽ തുറക്കേണമേ. സ്വർഗീയാനുഗ്രഹത്തിൽ വാതിൽ തുറക്കേണമേ. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന.
ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം അവിടുത്തെ ഒരുപാട് ശുശ്രൂഷകളോടെ അനുഗ്രഹിക്കണമേ, ആസ്വദിക്കണമേ, എന്നോടും മനുഷ്യരോടും ഏറ്റവും സഭയിലായിരിക്കുന്നവരോ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്നെ ആരാധിക്കുവാനും നന്ദിയോട് ഞങ്ങളെല്ലായ്പ്പോഴും നന്ദിയോടെ എപ്പോഴും കർത്താവേ എന്റെ വഴി നടപ്പാൻ ഞങ്ങളുടെ പ്രവർത്തകരെ ദിവസത്താവേ അവിടെ നിന്ന് എല്ലാവർക്കും നന്ദിയോട് അവിടെ നിന്ന് എല്ലാവർക്കും കർത്താവേ ഓരോ കാര്യങ്ങളും നടപ്പാൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നാം എല്ലാവരും കൂടെ ഇരിക്കുമാറാകട്ടെ. ഗാനാർപ്പണത്തിനും അപ്പനും ശുശ്രൂഷയ്ക്കുമായി എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഇതാ സഹോദരി സഹോദരന്മാർക്ക് വിശ്വസിക്കുന്നത് എത്ര അനുഗ്രഹമാകുന്നു. അപ്പോൾ നാം വളരാൻ നമ്മുടെ ശരീരമാകുന്നു. നാം എല്ലാവരും ആ ഒരു അപ്പത്തിലംശികൾ ആകുന്നുവല്ലോ. സ്നേഹത്തിന്റെ സമാധാനത്തിനുള്ള കൈസ്തുര്യനും കൈമാറാം. ദൈവത്തിന്റെ സമാധാനം നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. കീർത്തനം 80 നമ്പർ 8. Amen.
നമുക്ക് നമ്മുടെ ദാനങ്ങളെ നമ്മെ തന്നെ ദൈവങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. അവിടുത്തെ പ്രിയത്തിന്റെ രക്തത്താൽ നിന്റെ കൃപാസനത്തിലേക്കുള്ള പുതുവഴിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന പരിശുദ്ധ പിതാവേ, അവൻ മഹാദൈവരാ ഞങ്ങൾ നിങ്ങളിലേക്ക് അടുത്തു വരുന്നു. സ്വർഗത്തിലും ഭൂമികളെല്ലാം നിനക്കുള്ളതല്ലോ. നിന്നെ ഇന്ന് വാങ്ങി ഞങ്ങൾ നിനക്ക് തരുന്നതേ ഉള്ളൂ. ഞങ്ങളുടെ ദാനങ്ങളെ നീ കൈക്കൊണ്ട് നിന്നെ മൊത്തനായി ഉപയോഗിക്കണമെന്ന് താഴ്മയോട് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. നമുക്ക് മുട്ടുകുത്തി ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോടുകൂടി ഇരിക്കട്ടെ. നിങ്ങളുടെ ഹൃദയങ്ങളെ ഉയർത്തുവേ. നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സ്തോത്രം ചെയ്യാം. പരിശുദ്ധ കർത്താവേ, സർവശക്തനായ പിതാവേ, നിത്യദൈവമേ, ഞങ്ങളെല്ലാ കാലങ്ങളും എല്ലാ സ്ഥലങ്ങളും നിനക്ക് സ്തോത്രം ചെയ്യുന്നത് ഏറ്റവും യുക്തനായും ഞങ്ങൾ ചെയ്യണമെന്ന മുറയുമാകുന്നു. നിന്റെ പുത്രനും ഞങ്ങളുടെ വിശുദ്ധമായ യേശു മൂലമായിട്ട് തന്നെ അവൻ മൂലം ലോകത്തിന്മേൽ പ്രശോഭിപ്പാൻ ഒരു പുതിയ പ്രകാശം നീ ലോകത്തിലേക്ക് അയച്ചുവല്ലോ. അവൻ ലോകത്തെ നീതിനായി വിധിപ്പാൻ വീണ്ടും വരുമ്പോൾ ആ പ്രകാശത്തിൽ സന്തോഷിക്കുന്നവരാ ഞങ്ങൾ ഞങ്ങളുടെ പാവങ്ങളിൽ നിന്ന് വെടിപ്പാക്കപ്പെട്ടിട്ട് ഭയം കൂടാതെ കണ്ടെത്തപ്പെടേണ്ടതിന് തന്നെ. അതുകൊണ്ട് ോടും പ്രധാനമാരോടും സംഘത്തോടും കൂടെ അതുപോലെ സ്തുതിച്ചും പരിശുദ്ധൻ 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 ആകാശവും ഭൂമിയും മൊത്തമുണ്ട് നിറഞ്ഞിരിക്കുന്നു. അവന്റെ കർത്താവേ മുഖത്തുനിന്ന് ചൊല്ലി പുകഴ്ത്തി മുഖത്തുപെടുന്നു. അവനാമത്തിൽ സ്വർഗസ്ഥ പിതാവേ, നീ സത്യമായി പരിശുദ്ധനാകുന്നു. നീ സത്യമായി വാഴ്ത്തപ്പെട്ടവനാകുന്നു. മനുഷ്യവർഗത്തോടുള്ള നിന്റെ ആദ്യ സ്നേഹം കൊണ്ട് നിന്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ ഞങ്ങളുടെ മനുഷ്യഭാവത്തെ എടുപ്പാനും ഞങ്ങളുടെ വീണ്ടെടുപ്പിനായി കുരിശിന്മേൽ മരണമനുഭവിപ്പാനും തന്നുവല്ലോ. അവനൊരിക്കലായി തന്നെ ഒരുപാടായി അർപ്പിച്ചതിനാൽ സർവ്വലോകത്തിന്റെ പാവങ്ങൾക്കായിട്ട് തികവായി പൂർണ്ണമായി മതിയാകുന്ന യാഗം ഒരുപാട് പ്രതിശാന്തി നൽകുകയും താൻ വീണ്ടും വരുവോളം തന്റെ വിലയേറിയ മരണത്തെക്കുറിച്ച് ഇടപെടാൻ ഓർമ്മയെ നിമിക്കുകയും അതിനെപ്പോഴും ആചരിക്കണമെന്ന് തന്റെ വിശുദ്ധ സുവിശേഷത്തിൽ ഞങ്ങളോട് കൽപ്പിക്കുകയും ചെയ്തുവല്ലോ. അവൻ താൻ ഇട്ടുകൊടുക്കപ്പെട്ട ആ രാത്രിയിൽ തന്നെ അപ്പം എടുത്തു.
സ്തോത്രം ചൊല്ലി അതിനെ നുറുക്കി തന്റെ ശിഷ്യന്മാർ കൊടുത്തു പറഞ്ഞു, വാങ്ങി ഭക്ഷിപ്പീൻ, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. അത്താഴം കഴിഞ്ഞതിന് ശേഷം അപ്രകാരം തന്നെ ഞാൻ പാനപാത്രമെടുത്തു, സ്തോത്രം ചൊല്ലി അവർ കൊടുത്ത് പറഞ്ഞു, നിങ്ങളെല്ലാവരും നിന്ന് കുടിപ്പീൻ, എന്തെന്നാൽ നിങ്ങൾക്ക് വേണ്ടി അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചൊരിയപ്പെടുന്ന പുതിയ നിയമത്തിലുള്ള എൻ്റെ രക്തമാകുന്നു. ഇത് നിങ്ങൾ കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ. അതുകൊണ്ട് പിതാവേ, ഞങ്ങളുടെ കർത്താവായ തന്റെ വിലയേറിയ മരണത്തെയും കഷ്ടപ്പാടിനെയും അവന്റെ മഹത്വമുള്ള പുനരുത്ഥാനത്തെയും സ്വർഗാരോഹണത്തെയും ഓർത്തുകൊണ്ടും അവന് ഞങ്ങൾക്കായി സമ്പാദിച്ച പൂർണ്ണമണ്ഡലത്തിനായി സ്വതം ചെയ്തുകൊണ്ടും അവൻ കൽപ്പിച്ച പ്രകാരം ഒരുവോളം അവന്റെ ഓർമ്മയ്ക്കായി നിനദാസരായി ഞങ്ങളിതിനെ ചെയ്യുന്നു. കരുണയുള്ള പിതാവേ, ഞങ്ങളുടെ നിദാനങ്ങളായ അപ്പത്തെയും ഇങ്ങനെയും വിശുദ്ധാത്മാവിനാൽ ശുദ്ധീകരിച്ച് മുറിക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയും ഞങ്ങൾ വാഴ്ത്തുന്ന ഈ പാനപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെയും കൂട്ടായ്മയാകേണ്ടതിന് കൃപ നൽകണമെന്ന് ഞങ്ങൾ താഴ്മയോട് അപേക്ഷിക്കുന്നു. അങ്ങനെ ഞങ്ങൾ യോജിക്കപ്പെട്ട് ഞങ്ങളെല്ലാവരും വിശ്വാസനൈക്യം പ്രാപിച്ചു ഞങ്ങൾ കർത്താവാകുന്ന ശ്യാതരയാകുന്ന അവനിലേക്ക് സകലത്തിൽ നമ്മൾ വേണമെന്ന് കൃപ നൽകണമേ. അവൻ മൂലമായി അവനോടുകൂടിയും പരിശുദ്ധാത്മാവിന്റെ ഐക്യത്തിൽ സർവശക്തനായ പിതാവേ, അങ്ങേക്ക് സകലമായ മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ രക്ഷിതാവായ ക്രിസ്തുവാജ്ഞാവിക്ക് പഠിപ്പിക്കുകയും ചെയ്ത പ്രകാരം നാം ധൈര്യത്തോട് അതിലേറെ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു ചൊല്ലുന്നു. സ്വർഗസ്നായ പിതാവേ, നാശിക്കപ്പെടണമേ നിന്റെ രാജ്യം. നമ്മെ തന്നെ ദൈവങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഈ കോവിഡ് മഹാമാരിയുടെ കാലഘട്ടത്തിൽ സർവശക്തനായ ദൈവം അത്ഭുതരും അതിശയകരമായി വഴി നടത്തുന്ന വിധങ്ങൾക്കായി സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, ഞങ്ങൾ ദുർബലമായവനല്ലാതെ ഞങ്ങൾ തന്നെ ആശ്രയിച്ചുകൊണ്ട് നിമിഷത്തിലേക്ക് വരുവാൻ ഇപ്പോൾ നാദുർക്കുന്നൊപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയല്ലയോ? Oh
നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരം സത്യാമൃതയായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ തിരുരക്തം വിശ്വാസത്തോട് വിശുദ്ധ മെസ്സിലേക്ക് കടന്നു വരാം. 4 പേര് വെച്ച് കടന്നു വരിക. എലമെന്റ്സ് ഉപയോഗിച്ച ശേഷം ആ കപ്പ് ബേസിൽ നിക്ഷേപിക്കുക. സമാധാനം നിർവഹിക്കുമാറാകട്ടെ. ജീവനക്കമാർക്കായ യേശുവിന്റെ ശരീരം, ജീവനക്കമാർക്കായ യേശുവിന്റെ ശരീരം, ജീവനക്കമാർക്കായ യേശുവിന്റെ ശരീരം, ജീവനക്കമാർക്കായ സത്യനിർവഹമായ യേശുവിന്റെ സത്യനിർവഹമായ യേശുവിന്റെ സത്യനിർവഹമായ യേശുവിന്റെ സത്യനിർവഹമായ യേശുവിന്റെ നമ്മുടെ കർത്താവായ യേശുവിന്റെ സമാധാനത്തിനുമായി നിർമ്മിക്കുമാറാകട്ടെ.
ജീവനപ്പുന്ന പ്രവേശിപ്പിച്ചു, ജീവനപ്പുന്ന പ്രവേശിപ്പിച്ചു, ജീവനപ്പുന്ന പ്രവേശിപ്പിച്ചു, ജീവനപ്പുന്ന പ്രവേശിപ്പിച്ചു. സത്യനിർത്താവായ യേശുക്രിസ്തുവിന്റെ തിരുരക്തം, സത്യനിർത്താവായ യേശുക്രിസ്തുവിന്റെ തിരുരക്തം, സത്യനിർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തം, സത്യനിർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയിൽ സമാധാനം നിങ്ങൾക്ക് വാഴുന്നു. നിങ്ങളോട് നിന്നേൽപ്പിക്കുമാറാകട്ടെ. ആമേൻ. ഇപ്പോൾ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ രക്തത്തിന്റെ സാക്രമെന്ത് വിശ്വാസാൽ കൈക്കൊണ്ട നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഒന്നാമത്തെ പ്രാർത്ഥന നമുക്കെന്ന് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, നിന്റെ വാത്സല്യ കർത്താവുമായ യേശു മിശിഹായെ ഞങ്ങൾ മക്കളായി സ്വീകരിച്ചിരിക്കുന്നുവല്ലോ. അവൻ്റെ മഹാവിലേറിയ രക്തമാകുന്ന ആത്മീയാഹാരം കൊണ്ട് നീ ഞങ്ങളെ പോഷിപ്പിച്ച് ഞങ്ങൾക്ക് പാമോചനത്തിന് കുറിച്ചുള്ള വാഗ്ദാനവും നൽകിയിരിക്കുന്നു. നിന്റെ വലിയ രാത്രികാലങ്ങൾക്കായി നിനക്ക് സ്വാതന്ത്ര്യനെ സ്തുതിക്കുന്നു. ഞങ്ങളെ ശരീരാത്മാക്കളെയും ജീവനസ്ഥലയാഗമായി നിനക്ക് സമർപ്പിക്കുന്നു. അതാകും ഞങ്ങളെ ഏറ്റവും ഉചിതമായ ആരാധന. ഞങ്ങൾ ഈ ലോകത്തിന് നിരവരാകാതെ നല്ലതും പൂർണ്ണമായി തിരിച്ചറിയേണ്ടതിന് മനസ്സുദ്ധിക്കുവാനും സഹായിക്കണമേ. അങ്ങനെ ഞങ്ങൾ കൊണ്ടുവന്നതിനെ അനുസരിച്ച് ഒടുവിൽ രാജ്യത്തിൽ സർവസ്വമാട് സന്തോഷിക്കേണ്ടതിന് കൃപ നൽകണമെന്ന് നിന്നോട് അപേക്ഷിക്കുന്നു. അവൻ നിന്നോട് വിശുദ്ധാത്മാവിനോട് എന്നേക്ക് ഏകദൈവമായി ജീവിച്ചു വാഴുന്നുവല്ലോ. സകലാവധിയെയും കവിയുന്ന ദൈവസമാധാനം ദൈവത്തെ അവൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിലും സ്നേഹത്തിലും നിങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും കാക്കട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ ഇടയിലുണ്ടായി എല്ലായ്പ്പോഴും നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ.
കീർത്തനം 180, നമ്പർ 180. നമുക്ക് സമാധാനത്തോടെ പോകാം.